ഭൂമിയുടെ പടിഞ്ഞാറ് ദേശങ്ങൾ ഐതിഹ്യങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു വിശ്വാസത്തിന് ആക്കം കൂട്ടാനായിട്ട് വളരെ ഭയാനകമായ കെട്ടുകഥകളും നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗോസ്റ്റ് റൈഡറിന്റെ ഐതിഹ്യം. ഈ കഥ ആരംഭിക്കുന്നത് എല്ലാ ജനങ്ങളും ഒന്നായിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ചില നികൃഷ്ട ആത്മാക്കൾ പിശാചിന്റെ ഉടമ്പടി പ്രകാരം പ്രവർത്തിക്കാൻ വേണ്ടി ഭൂമിയിൽ അലയാൻ വിധിക്കപ്പെട്ടവരായിരുന്നു. അവരെയാണ് ഗോസ്റ്റ് റൈഡർ എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗോസ്റ്റ് റൈഡർ 1000 ആത്മാക്കളുടെ മൂല്യമുള്ള ഒരു ഉടമ്പടിക്കായിട്ട് സാൻ വെൻഗാൻഡ്രോ എന്ന ഗ്രാമത്തിലേക്ക് അയക്കപ്പെട്ടു. ആ ഉടമ്പടി എന്ന് പറയുന്നത് വളരെ ശക്തിയേറിയ ഒന്നായിരുന്നു. അതിലൊരിക്കലും ഒപ്പുവെക്കാൻ പാടില്ലായിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒരു റൈഡറും ഇതിനു മുമ്പ് ചെയ്യാത്ത ഒരു കാര്യം അയാൾ ചെയ്തു. സ്വന്തം പിശാചിൽ നിന്നും അയാൾ ഓടിയൊളിച്ചു. ഇതൊക്കെ ഒരു കെട്ടുകഥയാണെങ്കിലും ഇതിലും ചില സത്യങ്ങളുണ്ട്. ഈ കഥ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഈ മോട്ടോർ ബൈക്ക് സ്റ്റണ്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി കാണാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട്. ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ടെന്റിനകത്തായിട്ട് 2 റാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ നടുക്കായിട്ട് തീ കത്തുന്ന ഒരു വളയോ. 2 ബൈക്ക് സ്റ്റണ്ടേഴ്സ് ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇവർ 2 പേരും ഓപ്പോസിറ്റ് ആയിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചാടണം. അതും ആ തീവളയത്തിന്റെ അകത്തുകൂടെ. ആ ഒരു പരിപാടിയാണ്. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ അവർ 2 പേരും അപ്പുറത്തേക്ക് ചാടി. അവരുടെ ആ പെർഫോമൻസ് കണ്ട് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ കൈയടിക്കാനും തുടങ്ങി. ഇനി നമുക്ക് ഈ 2 സ്റ്റണ്ടേഴ്സ് ആരാണ് എന്ന് പരിചയപ്പെടാം. ഇതിൽ ഈ പയ്യനെ കണ്ടോ? ഇവന് വെറും 17 വയസ്സായിട്ടുള്ളൂ. ഇവന്റെ പേരാണ് ജോണി ബ്ലേസ്. ഈ ഒരു പ്രായത്തിൽ തന്നെ ഇവൻ ഒരു കിടിലൻ ബൈക്ക് സ്റ്റണ്ടറാണ്. ഇനി മറ്റാളാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോണിയുടെ അച്ഛനാണ്, ബാർട്ടൺ ബ്ലേസ്. ഇവരുടെ 2 പേരുടെയും പരിപാടിയായിരുന്നു ഇന്നിപ്പോ നമ്മൾ കണ്ടത്. ഈ ബൈക്ക് സ്റ്റണ്ട് നടക്കുന്ന സമയത്ത് ഈ കാണികളുടെ കൂട്ടത്തിൽ കൈയടിക്കുന്ന ഒരു പെൺകുട്ടി കണ്ടില്ലേ? ഇവളുടെ പേരാണ് റോക്സ്. ഇവള് ജോണിയുടെ ഗേൾഫ്രണ്ട് ആണ്. അങ്ങനെ ഇന്നത്തെ ബൈക്ക് സ്റ്റണ്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എങ്കിലും ആൾക്കാരൊക്കെ ഇപ്പോഴും ഇങ്ങനെ ആർപ്പ് വിളിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ജോണിക്ക് പിന്നെ ഇൻട്രസ്റ്റ് ആയി. അതുകൊണ്ട് തന്നെ അവരെല്ലാവരെയും വീണ്ടും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അവൻ അവന്റെ ബൈക്കിൽ ചില വിക്രസ് ഒക്കെ കാണിക്കാൻ തുടങ്ങി. എന്നാൽ അതിനിടയിലാണ് അവൻ തീരെ പ്രതീക്ഷിക്കാതെ അവന്റെ ബൈക്ക് ഒരു കല്ലിന്റെ മുകളിലേക്ക് കയറുന്നത്. അവൻ ശരിക്കും മറഞ്ഞു പോകേണ്ടതായിരുന്നു. പക്ഷെ അവന് കൺട്രോൾ ഉള്ളത് കൊണ്ട് കുഴപ്പമൊന്നും പറ്റിയില്ല. എന്നാൽ അവന് പറ്റിയ അബദ്ധം അവന്റെ അച്ഛന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പുള്ളി കുറച്ച് കലിപ്പിലാണ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവർ വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം അവന്റെ അച്ഛൻ അവനൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ഇത്ര ചെറുപ്രായത്തിൽ തന്നെ നീ ആളൊരു എക്സ്പെർട്ട് ആണ് എന്ന കാര്യമൊക്കെ എനിക്കറിയാം. പക്ഷെ എത്ര വലിയ എക്സ്പെർട്ട് ആണെങ്കിലും സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല 8ന്റെ പണി കിട്ടും എന്നാണ് ജോണിയുടെ അച്ഛൻ പറയുന്നത്. അയാൾ ഈ കാര്യങ്ങളൊക്കെ ജോണിയുടെ അടുത്ത് പറയുമ്പോൾ അയാൾ ഒരു സിഗരറ്റ് വലിക്കുന്നുണ്ട്. എന്നാൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ വല്ലാണ്ട് ചുമക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അയാൾ ആ സിഗരറ്റ് അപ്പത്തന്നെ കളയുകയും ചെയ്തു. അച്ഛൻ ആ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ ജോണി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി അച്ഛ, അത് ചെറിയൊരു കല്ലായിരുന്നു, ഞാനത് കണ്ടില്ല, അങ്ങനെ പറ്റിപ്പോയതാണ് എന്നാണ് ജോണി ഇതിന് മറുപടി പറയുന്നത്. അതുകൊണ്ടല്ല മോനെ പറഞ്ഞത്, നമുക്ക് ആഴ്ചയിൽ ആകെ ഒരൊറ്റ കളിയാണ് കിട്ടുന്നത്. അതിനിടയിൽ നീ ഇങ്ങനെ അബദ്ധങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായ ഈ ഒരു കളി നമുക്ക് പോയി കിട്ടും. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നിന്റെ ഗേൾഫ്രണ്ടിനെ ഞാൻ അവിടെ കണ്ടു. അവളെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടല്ലേ നീ അതുപോലത്തെ വിക്രസ് കാണിച്ചത്? നീ എങ്ങാനും ആ ബൈക്കിൽ നിന്ന് മറഞ്ഞു വീണെങ്കിലോ, നീ എങ്ങാനും വീൽ ചെയറിലായി പോയെങ്കിലോ അവൾ പിന്നെ നിന്റെ കൂടെ നിൽക്കുമോ? അതിനെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് അവന്റെ അച്ഛൻ ഇങ്ങനെ പറയുന്നത്. അച്ഛൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അവൻ അതിനൊരു മറുപടി പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവർ 2 പേരും കൂടെ അവരുടെ വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അവരവരുടെ ബൈക്ക് പണിയാൻ തുടങ്ങി. ഈ സമയത്തും അവന്റെ അച്ഛൻ അവനെങ്ങനെ ഉപദേശിക്കുന്നുണ്ട്. മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും ഓരോ പ്രത്യാഘാതങ്ങളുണ്ടാവും. അതുകൊണ്ട് കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല 8ന്റെ പണി കിട്ടും. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഒരിക്കലും നീയല്ല നിന്റെ അവസരം തിരഞ്ഞെടുക്കുന്നത്, അവസരമാണ് നിന്നെ തിരഞ്ഞെടുക്കുന്നത്. ഈ ഒരു കാര്യം എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഇതെല്ലാം ഡെയിലി ഇവൻ കേൾക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവന് ഇതിൽ വലിയ പുതുമയൊന്നും തോന്നുന്നില്ല. അങ്ങനെ അവന്റെ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അയാൾ പിന്നെയും ചുമക്കാൻ തുടങ്ങി. ഇത്തവണ നന്നായിട്ട് അയാൾ ചുമക്കുന്നുണ്ട്. എങ്കിലും ചുമയൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾ പിന്നെ ഒരു സിഗരറ്റ് എടുത്തു. അച്ഛൻ ഈ സിഗരറ്റ് വലിക്കുന്നതുകൊണ്ടാണ് അച്ഛൻ ഈ ചുമയുള്ളത് എന്ന കാര്യം ജോണിക്ക് അറിയാം. പക്ഷെ എത്ര പറഞ്ഞാലും അച്ഛൻ നിർത്തത്തില്ല എന്ന കാര്യം അവനറിയാം. അതുകൊണ്ട് അവൻ സിഗരറ്റിനെ പറ്റിയൊന്നും ഇപ്പൊ ഒരു അക്ഷരം പറയുന്നില്ല. മറിച്ച് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നൈസായിട്ട് ആ സിഗരറ്റ് പാക്കറ്റ് അങ്ങ് എടുത്തു. എന്റെ അച്ഛൻ കാണാതെ അത് അവൻ കളയുകയും ചെയ്തു. ഈ സമയം അവരുടെ ഒരു കിടിലൻ ബൈക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഇതിനെ ഇവർ വിളിക്കുന്നത് ഗ്രേസ് എന്നാണ്. ഞാൻ ഗ്രേസിനെയും കൂട്ടി ഒരു റൈഡിന് പോയിക്കോട്ടെ എന്നാണ് അവൻ ചോദിക്കുന്നത്. എന്നാൽ ബാർട്ടൻ അതിന് സമ്മതിക്കുന്നില്ല. ഗ്രേസിനെ എടുത്തോണ്ട് പോകാൻ നീ ആയിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. അച്ഛൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് ശരിക്കും വിഷമമായി. ഈ സമയത്താണ് അവന്റെ ഗേൾഫ്രണ്ടായ റോക്സ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ജോണി ഗ്രേസിനെയും കൊണ്ട് അവരെപ്പോഴും മീറ്റ് ചെയ്യാറുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതൊരു മരത്തിന്റെ അടുത്താണ്. അതിനിടയിൽ റോക്സ് ആണെങ്കിൽ വല്ലാത്തൊരു വിഷമത്തിലാണ്. നിനക്ക് എന്തു പറ്റിയെന്ന് അവൻ ചോദിക്കുമ്പോൾ, എന്തു പറ്റാൻ, എന്റെ അച്ഛൻ തന്നെ കാരണം. നമ്മൾ തമ്മിലുള്ള റിലേഷനൊക്കെ പുള്ളിക്ക് അറിയാം. പുള്ളി എന്നോട് പറയുന്നത് നീ ഒരിക്കലും എനിക്ക് ചേർന്നവനല്ല എന്നാണ്. അതുകൊണ്ട് എന്നെ എന്റെ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞു വിടാനാണ് പുള്ളി പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. എനിക്ക് എന്തായാലും നിന്നെ വിട്ട് പോകണ്ട എന്നൊക്കെയാണ് അവളിങ്ങനെ പറയുന്നത്. അതേക്കുമ്പോൾ അതിനാര് പറഞ്ഞു നിന്നോട് എന്നെ വിട്ട് പോവാൻ? നീ എങ്ങോട്ടും പോകണ്ട, എന്റെ ഈ ബൈക്ക് കണ്ടില്ലേ, നമുക്ക് ഇതിൽ കയറി ദൂരേക്ക് എങ്ങോട്ടെങ്കിലും പോവാം എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ അപ്പൊ നിന്റെ അച്ഛന്റെ കാര്യമോ? നീ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഈ ഷോ പുള്ളി നടത്തും എന്നാണ് അവള് ചോദിക്കുന്നത്.
എന്റെ അച്ഛന്റെ കാര്യം നീ വിട്ടേക്ക്. ഈ ഷോ നടത്താനൊന്നും പുള്ളിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. അതൊക്കെ പുള്ളി ഒറ്റയ്ക്ക് നോക്കിക്കോളും. ഇപ്പൊ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. നാളെ ഉച്ചയ്ക്ക് ഇതേ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പുറപ്പെടാം എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമായി. അങ്ങനെ റോക്സുമായിട്ട് സംസാരിച്ച് പിരിഞ്ഞതിന് ശേഷം രാത്രിയാവുമ്പോഴാണ് ജോണി അവന്റെ വീട്ടിലെത്തുന്നത്. അവൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവന്റെ അച്ഛനാണെങ്കിൽ അവിടുത്തെ ചെയറിലിരുന്നിട്ട് നല്ല ഉറക്കമാണ്. ഈ ഉറങ്ങുന്ന സമയത്തും പുള്ളി ഒരു സിഗരറ്റ് പാക്കറ്റ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അവൻ നൈസായിട്ട് ചെന്നിട്ട് അതെടുത്തിട്ട് അവിടുത്തെ വേസ്റ്റ് ബിന്നിലേക്ക് ഇടാണ്. എന്നാൽ ഈ സമയത്താണ് അവൻ ആ വേസ്റ്റ് ബിന്നിൽ നിന്നും ഒരു പേപ്പർ കിട്ടുന്നത്. അവൻ അത് എടുത്തു നോക്കുമ്പോൾ അത് അവന്റെ അച്ഛന്റെ ഒരു മെഡിക്കൽ റിപ്പോർട്ടായിരുന്നു. അത് അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് അവന്റെ അച്ഛന് ക്യാൻസർ ആണെന്നാണ്. അവൻ അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ അച്ഛൻ എഴുന്നേക്കുന്നത്. അച്ഛന്റെ ആ അസുഖത്തെക്കുറിച്ച് അവൻ അറിഞ്ഞ കാര്യം അവനിപ്പോ അച്ഛനോട് പറയുന്നില്ല. പക്ഷെ അവനിപ്പോ ഒരു തീരുമാനം എടുത്തു. നാളെയാണല്ലോ റോക്സിന്റെ കൂടെ അവൻ ഒളിച്ചോടാന്ന് പറഞ്ഞത്. അതിപ്പോ അവൻ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ജോണി ഇപ്പം അവന്റെ ആ വർക്ക്ഷോപ്പിൽ ഇരുന്നിട്ട് ബൈക്ക് പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവന് വല്ലാണ്ട് തണുക്കാൻ തുടങ്ങി. അതിനിടയിലാണ് അവരുടെ ടെന്റിന്റെ അടുത്തേക്ക് ഒരു പ്രായമായ മനുഷ്യൻ വരുന്നത്. ഇയാൾ ഒരു ചെകുത്താനാണ്. ഇയാളുടെ പേരാണ് മെഫിസ്റ്റോ. പുള്ളി നടന്നു വരുന്ന വഴിക്ക് ആ ഏരിയ മൊത്തം തണുക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന മുഴുവൻ ബൾബുകളും പൊട്ടിപ്പോവാണ്. അങ്ങനെ മെഫിസ്റ്റോ ഇപ്പം ജോണിയുടെ അടുത്തെത്തി. ജോണി ഇപ്പോഴും ബൈക്ക് പണിതുകൊണ്ടിരിക്കുകയാണ്. ജോണിയെ കണ്ടതും മെഫിസ്റ്റോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നിന്റെ പേര് ജോണി ബ്ലേസ് എന്നല്ലേ? നിന്റെ ഇന്നത്തെ ബൈക്ക് റൈഡ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ ഇംപ്രസ്ഡ് ആയി. അതുകൊണ്ടാണ് ഇപ്പം നിന്നെ ഞാൻ കാണാൻ വന്നിരിക്കുന്നത്. ഞാൻ ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയൊരു ഷോ നടത്തുന്നുണ്ട്. അതിന്റെ റൈഡറായിട്ട് എനിക്ക് നിന്നെ വേണം എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുമ്പം എനിക്ക് അതിനൊന്നും താല്പര്യമില്ല എന്നാണ് ജോണി പറയുന്നത്. ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ അവൻ നോ എന്ന് പറഞ്ഞപ്പം അയാൾ അങ്ങനെ അത് വിട്ടു കളയുന്നില്ല. അയാൾ പിന്നെ അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നിന്റെ അച്ഛന് ക്യാൻസർ ആണല്ലേ? ആ കാര്യം എനിക്ക് മനസ്സിലായി. നീ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും നിന്റെ അച്ഛന്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടല്ലേ? ഞാനത് മാറ്റി തന്നാലോ? നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? അയാൾ വീണ്ടും ചോദിക്കുന്നു. അയാൾ അച്ഛന്റെ അസുഖം മാറ്റി തരാന്ന് പറയുമ്പോൾ അവന് ശരിക്കും കൗതുകമായി. എങ്ങനെയാണ് നിങ്ങളത് മാറ്റാൻ പോകുന്നത്? അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അവൻ വീണ്ടും ചോദിക്കുന്നു. എങ്ങനെ ഞാനത് മാറ്റും എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ എനിക്ക് നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന് പകരമായിട്ട് എനിക്ക് നിന്റെ ആത്മാവിനെ തരേണ്ടി വരും എന്നാണ് മെഫിസ്റ്റോ പറയുന്നത്. ആത്മാവിനെ തരേണ്ടി വരും എന്ന് പറയുമ്പോൾ അവന് ശരിക്കും ചിരിയാണ് വരുന്നത്. അവൻ ചിരിക്കുന്ന കാണുമ്പോൾ നീ അങ്ങനെ വെറുതെ നിസ്സാരമായിട്ട് ചിരിച്ചു തള്ളാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാനത് സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. നാളെ നേരം വെളുക്കുമ്പോൾ നിന്റെ അച്ഛൻ ഒരു അസുഖവും ഉണ്ടാവത്തില്ല. മാത്രമല്ല നാളെ മുതൽ നിനക്ക് നല്ലൊരു കിടിലം ഭാവിയായിരിക്കും. ഇതൊക്കെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ എന്റെ കയ്യിലുള്ള ഈ ഉടമ്പടിയിൽ ഒന്ന് ഒപ്പുവെച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അയാൾ അയാളുടെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ഉടമ്പടി പുറത്തേക്ക് എടുക്കുകയാണ്. അതിനുശേഷം അത് അവന് വായിക്കാൻ കൊടുക്കുകയും ചെയ്തു. ജോൺ ഇപ്പോൾ വളരെ കൗതുകത്തോടെ അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് വായിച്ചു നോക്കുകയാണ്. എന്നാൽ വായിക്കുന്നതിനിടയിൽ അവന്റെ കൈ അതിൽ തട്ടി ഒരു ഡ്രോപ്പ് ബ്ലഡ് അതിലേക്കായി. ആ ബ്ലഡ് അതിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് മതി, ഇത് ധാരാളം എന്നും പറഞ്ഞിട്ട് അയാൾ ആ ഉടമ്പടി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. അയാളത് വാങ്ങിയ സമയത്ത് അയാളുടെ കണ്ണിന്റെ കളർ ചേഞ്ച് ആവുന്നുണ്ട്. അതെ, അയാളിപ്പോ ഭൂമിയിലേക്ക് വന്ന കാര്യം നേടിയിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ ഇത്രയും നടന്ന സംഭവങ്ങളൊക്കെ ഒരു സ്വപ്നം കണ്ട രീതിയിലാണ് ജോണി ഞെട്ടി എഴുന്നേക്കുന്നത്. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം അവന്റെ അച്ഛൻ അവന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പുള്ളി വല്ലാത്തൊരു സന്തോഷത്തിലാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, പുള്ളിയുടെ അസുഖം മൊത്തം മാറി. ഡോക്ടർ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യമാണ് ബാർട്ടൻ ഇപ്പൊ ജോണിയുടെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ജോണിക്ക് ശരിക്കും സന്തോഷമായി. അങ്ങനെ അവനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഇന്നൊരു ഷോ ഉണ്ട്, നീ വേഗം റെഡി ആയിട്ട് വന്നതെന്നും പറഞ്ഞിട്ട് അയാൾ വേഗം അയാളുടെ ടെന്റിലേക്ക് പോവാണ്. അവിടെ ചെന്നതിന് ശേഷം അയാൾ പെട്ടെന്ന് തന്നെ അയാളുടെ സ്യൂട്ടൊക്കെ ഇട്ട് റെഡിയായി. എന്നാൽ ജോണി റെഡി ആവുന്നില്ല. ഇന്നത്തെ ദിവസമാണല്ലോ അവൻ റോക്സിന്റെ കൂടെ ഒളിച്ചോടാൻ തീരുമാനിച്ചത്. അവന്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ നീ എന്താ വരുന്നില്ലേ, പെട്ടെന്ന് റെഡി ആയിക്കേ, സമയമാവുന്നു എന്നാണ് ബാർട്ടൻ പറയുന്നത്. അതേക്കുമ്പോ ഇല്ല അച്ഛാ, ഇന്നത്തെ റൈഡിന് ഞാനില്ല. ഇന്നത്തെ എന്നല്ല, ഇനി അങ്ങോട്ട് ഒരു റൈഡിന് ഞാനില്ല. നിങ്ങൾക്കറിയാലോ ഞാനും റോക്സും തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇന്ന് ഞാനും അവളും കൂടി നാട് വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉടനെ തന്നെ പോയേ പറ്റൂ എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അവനത് പറയുമ്പം അവന്റെ അച്ഛന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. പുള്ളി അവൻ അവിടുന്ന് പോകാൻ സമ്മതിക്കുന്നില്ല. ഞാൻ നിന്റെ അച്ഛനാണെങ്കിൽ നീ ഞാൻ പറഞ്ഞത് കേട്ട് എന്റെ കൂടെ തന്നെ നിന്നാ മതി എന്നാണ് പുള്ളി പറയുന്നത്. എന്നാൽ ഇത്തവണ ജോണി അത് അനുസരിക്കുന്നില്ല. ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞതും കേട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിന്നില്ലേ? ജീവിതകാലം മുഴുവൻ നിങ്ങളെ പോലെ ഒരു റൈഡറായിട്ട് ജീവിക്കാനൊന്നും എനിക്ക് വയ്യ. എനിക്കും എന്റെ ജീവിതത്തിൽ ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി എനിക്ക് പോയേ പറ്റൂ എന്നവനിങ്ങനെ വാശി പിടിക്കുകയാണ്. അവനിങ്ങനെ വാശി പിടിക്കുന്ന കാണുമ്പോൾ ഓക്കെ നീ പോയിക്കോ, നിനക്ക് ഗ്രേസിനെയല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതിനെ എടുത്തോന്നും പറഞ്ഞിട്ട് അയാൾ ഗ്രേസിന്റെ കീ എടുത്തിട്ട് അവൻ ഇട്ട് കൊടുക്കുകയാണ്. അച്ഛൻ തന്നെ അതിന്റെ കീ എടുത്ത് തന്ന് കാണുമ്പോൾ അവന് ശരിക്കും സന്തോഷമായി. അങ്ങനെ അവന് ഗ്രേസിന്റെ കീ കൊടുത്തതിന് ശേഷം അയാൾ നേരെ അയാളുടെ ബൈക്ക് സ്റ്റാൻഡിന് വേണ്ടി പോവാണ്. ഇത്തവണയും ഒരു തീവളയത്തിന്റെ അപ്പുറത്തേക്ക് ചാടണം, അതാണ് അയാൾ ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഇത്തവണ അയാൾ ജമ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മെഫിസ്റ്റോയെ അവിടെ നിൽക്കുന്നുണ്ട്. ബാർട്ടൻ അവിടെ നിന്ന് ആ ബൈക്കുമായിട്ട് ജമ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ അയാളുടെ പവർ വെച്ചിട്ട് ബാർട്ടനെ താഴേക്ക് ഇടുകയാണ്. ഇതേസമയം തന്നെ ജോണി ആണെങ്കിൽ ഗ്രേസുമായിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങായിരുന്നു. അതിനിടയിലാണ് ടെന്റിനകത്തുനിന്ന് ഒരു ബഹളം കേൾക്കുന്നത്. അവൻ അങ്ങോട്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവന്റെ അച്ഛൻ ആ റാമ്പിൽ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. വളരെ ടെൻഷനോടെ അവൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. എന്നാൽ അപ്പോഴേക്കും അവന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അത് കണ്ട് കരയാൻ മാത്രമേ അവനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. ഈ സമയത്താണ് കുറച്ച് അപ്പുറത്തായിട്ട് അവൻ ആ മെഫിസ്റ്റോനെ കാണുന്നത്. എന്നാൽ അവൻ അയാളൊന്ന് നോക്കിയപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാവാണ്.
അപ്പോൾ അയാളാണ് അച്ഛനെ കൊന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ അവന്റെ വണ്ടി എടുത്തിട്ട് റോക്സിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ ആ മെഫിസ്റ്റോ അവനിട്ടൊരു പണി കൊടുക്കുകയാണ്. അതൊരു ആക്സിഡന്റ് ആയിരുന്നു. അങ്ങനെ അവന്റെ വണ്ടി ആക്സിഡന്റ് ആയതും അവൻ അവിടെ നിന്ന് ദൂരേക്ക് തെറിച്ചു പോവാണ്. പിന്നീട് അവൻ എഴുന്നേൽക്കുമ്പോൾ അവന്റെ മുന്നിലായിട്ട് ആ മെഫിസ്റ്റോ നിൽക്കുന്നുണ്ട്. അയാളെ കണ്ടതും അവൻ ചാടി എഴുന്നേറ്റ പാടെ അവൻ ചോദിക്കുന്നത് നിങ്ങളല്ല എന്റെ അച്ഛനെ കൊന്നതെന്നാണ്. അതേക്കുമ്പോൾ അതെ, ഞാൻ തന്നെയാണ് നിന്റെ അച്ഛനെ കൊന്നത്. പക്ഷെ നമ്മൾ തമ്മിലുള്ള കരാറ് പ്രകാരം നിന്റെ അച്ഛന്റെ ക്യാൻസർ ഞാൻ മാറ്റി. എങ്കിലും നമുക്കിടയിൽ നിന്റെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നിന്റെ അച്ഛനെ ഞാൻ കൊന്നു കളഞ്ഞത് എന്നാണ് മെഫിസ്റ്റോ പറയുന്നത്. അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. ജോണി അയാൾ അടിക്കാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് ഓടുകയാണ്. എന്നാൽ അവൻ അയാൾ അടിച്ചതും അടുത്ത സെക്കൻഡിൽ അയാൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. പിന്നീട് അവൻ നോക്കുമ്പോൾ അയാൾ അവന്റെ പുറകെ നിൽക്കുകയാണ്. ഈ സമയം മെഫിസ്റ്റോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ നിന്നെ എനിക്ക് ആവശ്യം വരും, അന്ന് ഞാൻ നിന്നെ തേടി വീണ്ടും വരും. പക്ഷെ ആ സമയം വരെ നീ എന്റെ നിരീക്ഷണത്തിൽ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ അവന്റെ നെഞ്ചിലൊന്ന് തൊടുകയാണ്. അതോടുകൂടെ അവന്റെ നെഞ്ചിനകത്തുനിന്ന് തീ കത്താൻ തുടങ്ങി. നീ നിന്റെ എല്ലാ കാര്യങ്ങളും മറന്നേക്ക്, നിന്റെ ഓർമ്മകൾ, നിന്റെ ബന്ധങ്ങൾ, അങ്ങനെയുള്ള എല്ലാം നീ ഇനി എന്റേത് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ജോണിയുടെ ആത്മാവിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. അങ്ങനെ മെഫിസ്റ്റോ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ജോണി അവന്റെ ബൈക്കും എടുത്തിട്ട് നേരെ പോകുന്നത് അവന്റെയും റോക്സിന്റെയും ആ മരത്തിന്റെ അടുത്തേക്കാണ്. ഈ സമയം അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ വണ്ടിയിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് പോകുന്നില്ല. ജസ്റ്റ് അവളെ ഒന്ന് നോക്കിയതിന് ശേഷം അവൻ ആ വണ്ടിയുമായിട്ട് അവിടെ നിന്ന് പോവാണ്. അത് കണ്ട് വളരെ സങ്കടത്തോടെ അവനെ നോക്കാൻ മാത്രമേ റോക്സിനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ജോണി വളർന്നു വലുതായി. ഇപ്പോഴും അവനൊരു ബൈക്ക് സ്റ്റണ്ടർ തന്നെയാണ്. എന്നാൽ നേരത്തേതുപോലെയല്ല, അവനിപ്പോൾ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി കൂടെയാണ്. ഇന്നത്തെ ദിവസം അവൻ്റെ ഒരു ഷോ നടക്കുന്നുണ്ട്. എന്നാൽ സാധാരണ പോലെ ചെറിയ സ്റ്റണ്ടിങ് അല്ല അവനിപ്പോൾ നടത്തുന്നത്. അവിടെ ഇങ്ങനെ നിരത്തി കുറെ ട്രക്കുകൾ വെച്ചിട്ടുണ്ട്. അവൻ ഈ ജമ്പ് ചെയ്ത് ആ ട്രക്കുകൾക്ക് മുകളിലൂടെ അപ്പുറത്തേക്ക് എത്തണം. അത് അവനെ കൊണ്ട് പറ്റത്തില്ല എന്ന കാര്യം അവനും അറിയാം. അവന്റെ തീരുമാനം ആത്മഹത്യയാണ്. കാരണം അവൻ ഇനി പേടിച്ച് ജീവിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഇത്ര റിസ്ക് ഉള്ള ഒരു സ്റ്റണ്ടിങ് അവൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആൾക്കാരൊക്കെ അവിടെ കൂടി ഇങ്ങനെ ആർപ്പ് വിളിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ അവന്റെ ബൈക്ക് ജമ്പ് ചെയ്യാണ്. അങ്ങനെ അവൻ ആ ട്രക്കുകൾക്ക് മുകളിലൂടെ അവൻ അപ്പുറത്തേക്ക് ലാൻഡായി. എന്നാൽ ലാൻഡായതും അവന്റെ ബൈക്ക് ക്രാഷായി. അതോടുകൂടെ അവൻ അവിടെ നിന്ന് തെറിച്ചു പോവുകയും ചെയ്തു. പിന്നീട് അവൻ എഴുന്നേൽക്കുന്നില്ല. അത് കണ്ടതും എല്ലാ ആൾക്കാർക്കും ടെൻഷനായി. ഇപ്പൊ അവന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നാൽ അവരങ്ങോട്ട് എത്തിയിട്ട് അവനെ വിളിക്കുമ്പോൾ അവനൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. ഇതെല്ലാം ആ മെഫിസ്റ്റോയുടെ പണിയാണ്. അവനിനി മരിക്കണം എന്ന് വിചാരിച്ച പോലും അയാൾ അതിനെ സമ്മതിക്കത്തില്ല. കാരണം അയാൾക്ക് അവനെ കൊണ്ട് ആവശ്യമുണ്ട്. അങ്ങനെ ജോണി ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് കൂളായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. ഇത്രയും വലിയൊരു ജമ്പ് നടത്തിയിട്ട് അവനൊരു കുഴപ്പമില്ലാത്ത കാണുമ്പോൾ ആൾക്കാരെല്ലാം വളരെ അത്ഭുതത്തോടെ ഇങ്ങനെ ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഷോയൊക്കെ കഴിഞ്ഞിട്ട് ജോണിയും കൂട്ടരും കൂടെ ഒരു ട്രക്കിൽ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടുത്തെ ടിവിയിൽ ഇങ്ങനെ ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട്. ഈ ന്യൂസിൽ പറയുന്നത് ജോണിയുടെ കാര്യമാണ്. ഓരോ തവണ സ്റ്റണ്ട് ചെയ്യുമ്പോഴും വളരെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ് ജോണി ചെയ്യുന്നത്. ഈ അടുത്തായിട്ട് അവൻ ചെയ്ത എല്ലാ സ്റ്റണ്ടിലും അവൻ മരിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷെ ഭാഗ്യമുള്ളത് കൊണ്ട് അവൻ ഓരോ തവണയും രക്ഷപ്പെടുകയായിരുന്നു. എന്തിനാണ് ഈ ജോണി ബ്ലേസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൻ അവന്റെ ജീവിതത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ന്യൂസിൽ ഇങ്ങനെ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ജോണിയുടെ ഒരു ഫ്രണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ബെൻ എന്നാണ് അവന്റെ പേര്. അവന് ദേഷ്യം വന്നു. അവൻ വേഗം ടി വി അങ്ങോട്ട് ഓഫ് ചെയ്യാണ്. അങ്ങനെ ടി വി ഓഫ് ചെയ്തതിന് ശേഷം ബെൻ ഇപ്പൊ ജോണിയുടെ അടുത്ത് ചോദിക്കുന്നത് ആ ന്യൂസിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. നീ എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല നിന്റെ ഭാഗ്യം കൊണ്ടാണ് നീ ഇത്രയും തവണ രക്ഷപ്പെട്ടതെന്ന്. എനിക്ക് തോന്നുന്നത് നിന്നെ സംരക്ഷിക്കാൻ ഇവിടെ ആരോ ഉണ്ടെന്നാണ് എന്നാണ് ബെൻ പറയുന്നത്. അതേക്കുന്ന ജോണിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഇനി കാണിക്കുന്നത് മറ്റൊരു ചെകുത്താനെയാണ്. ഇവന്റെ പേരാണ് ബ്ലാക്ക് ഹേർഡ്. ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി അയാൾ ഇപ്പോൾ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഭൂമിയിലേക്ക് എത്തിയതിനു ശേഷം അയാൾ നേരെ പോകുന്നത് ഒരു ബാറിലേക്കാണ്. ഈ സമയം ആ ബാറിന് മുമ്പിലായിട്ട് ഒരു ബൗൺസർ നിൽക്കുന്നുണ്ട്. അയാൾ ഒരു ബിയർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അത് കഴിക്കുന്നതിനിടയിൽ ആ ബിയറിന്റെ ബോട്ടിൽ മൊത്തം ഐസായി പോയി. അത് ആ ബ്ലാക്ക് ഹേർട്ട് കാരണമാണ്. അയാളിപ്പം ആ ബാറിന്റെ അടുത്തേക്ക് എത്തി. അവൻ ആ ബാറിലേക്ക് വരുന്നത് കാണുമ്പോൾ ആ ബൗൺസർ ബ്ലാക്ക് ഹേർട്ടിനെ തടഞ്ഞു. എന്നിട്ട് പറയുന്നത്, നീ എന്തെങ്കിലും വഴിതെറ്റി വന്നാണോ? ഇവിടേക്ക് ഏഞ്ചലിന് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന കാര്യം നിനക്ക് അറിയത്തില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ബൗൺസർ അവനെ തള്ളാൻ തുടങ്ങി. അത് കാണുന്ന ബ്ലാക്ക് ഹേർട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ വിരൽ വെച്ച് ആ ബൗൺസറിന്റെ നെഞ്ചിലൊന്ന് തൊടുകയാണ്. അതോടുകൂടെ അയാൾ പ്രതിമയായിട്ട് താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ അവന്റെ പണി തീർത്തിട്ട് ബ്ലാക്ക് ഹേർട്ട് വേഗം ബാറിന്റെ അകത്തേക്ക് പോവാണ്. ഇതേ സമയം തന്നെ ജോണിയും ബെന്നും കൂടെ ജോണിയുടെ വീട്ടിലേക്ക് എത്തി. ആ വീട്ടിൽ തന്നെ അവന്റെ ഒരു ഗ്യാരേജും ഉണ്ട്. അവിടെ ഇഷ്ടം പോലെ അവന്റെ ബൈക്കുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ ഇതിനു മുമ്പ് കേടായ ബൈക്കുകളും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതിനൊക്കെ ഇടയിലായിട്ട് കുറെ പുസ്തകങ്ങളും. ഈ സമയം ബെൻ അങ്ങോട്ട് ചെന്നിട്ട് അതിലൊരു പുസ്തകം എടുത്തു. അത് പണ്ട് കാലത്തുള്ള എന്തൊക്കെ കഥകളുടെ പുസ്തകങ്ങളാണ്. അതിലൊരെണ്ണം എടുത്തതിന് ശേഷം അവൻ നേരെ ജോണിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ അടുത്തതായിട്ട് നടത്താൻ പോകുന്ന സ്റ്റണ്ട് ഉണ്ടല്ലോ, അത് നീ ഇതുവരെ നടത്തിയതുപോലെയല്ല. ചിലപ്പോൾ നീ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. എനിക്കറിയാൻ വയ്യാണ്ട് ചോദിക്കുക ജോണി, നീ എന്തിനാണ് ഇങ്ങനത്തെ സാഹസങ്ങൾ കാണിക്കുന്നത്? നീയാണ് ഏറ്റവും മികച്ച സ്റ്റണ്ടർ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടോ? അത് ഓൾറെഡി തെളിഞ്ഞു കഴിഞ്ഞതല്ലേ? നിന്റെ അപ്പുറത്തേക്ക് ഇതുവരെയായിട്ട് ആരും ചാടിയിട്ടില്ല. ഇനിയും എന്തിനാണ് നീ ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്?
ഇത് മാത്രമല്ല, ഇവിടുത്തെ പുസ്തകങ്ങളൊക്കെ നോക്കിക്കേ, ഇതിൽ ചെകുത്താന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, നീ എന്തിനാണ് ഇതൊക്കെ വായിക്കുന്നത്? എനിക്കിതുകൊണ്ടൊന്നും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് ബെൻ പറയുന്നത്. അതെല്ലാം കേട്ടതിന് ശേഷം ജോണി അതിന് മറുപടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ ബെൻ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളിൽ ഒരാള് ചെയ്ത ചെറിയൊരു തെറ്റ് കാരണം അയാളുടെ മുഴുവൻ ജീവിതം തന്നെ നാശമായി എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. എന്നാൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരൊപ്പാണ്. അതെനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ പല കാര്യങ്ങളും എനിക്ക് ശരിയാക്കാൻ പറ്റും എന്നാണ് ജോണി ഇതിന് മറുപടി പറയുന്നത്. എന്നാൽ അവനത് പറഞ്ഞത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ബെന്നിന് മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ അവൻ കൂടുതൽ ചോദിച്ചാലും ജോണി ഇത് പറയാൻ പോകുന്നില്ല എന്നും ബെന്നിന് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഈ സമയം തന്നെ നമ്മൾ നേരത്തെ കണ്ട ബാറിലാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും ഇപ്പൊ പ്രതിമകളായിട്ടുണ്ട്. എല്ലാം ബ്ലാക്ക് ഹേർട്ടിന്റെ പണിയാണ്. അവനിപ്പം അവിടെ നിൽക്കുന്ന അവസാനത്തെ ഒരു ലേഡിയെയും പിടിച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവളെയും പ്രതിമയാക്കുകയാണ്. അവൻ 3 ആൾക്കാരെ അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഇവരെ ഫാളൻ ഏഞ്ചൽസ് എന്നാണ് പറയുന്നത്. ഭൂമിയിലാണ് അവർ ഒളിച്ചിരിക്കുന്നത്. ഭൂമിയിലെ 3 എലമെന്റ്സ് ഉണ്ടല്ലോ, അതായത് മണ്ണ്, വെള്ളം, വായു, ഇതുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ ഫാളൻ ഏഞ്ചൽസ് ഭൂമിയിൽ ഒളിച്ചിരിക്കുന്നത്. അവരെയാണ് ബ്ലാക്ക് ഹേർട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ പ്രതിമകളാക്കി കഴിയുമ്പോൾ ആ 3 ഫാളൻ ഏഞ്ചൽസും അവന്റെ മുന്നിലേക്ക് വന്നു. അതിൽ ആദ്യം വരുന്നവന്റെ പേരാണ് ഗ്രെസിൽ. ഇവൻ മണ്ണുമായിട്ടാണ് ബോണ്ടായിരിക്കുന്നത്. രണ്ടാമത് വരുന്നവന്റെ പേര് വാലോ എന്നാണ്. ഇവൻ വെള്ളവുമായിട്ടാണ് ബോണ്ടായിരിക്കുന്നത്. മൂന്നാമത് വരുന്നവനാണ് അബിഗർ. ഇവൻ കാറ്റുമായിട്ടാണ് ബോണ്ടായിരിക്കുന്നത്. അങ്ങനെ ഇവർ 3 പേര് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ബ്ലാക്ക് ഹേർട്ട് ഇപ്പം അവന്റെ ആവശ്യം പറയാണ്. അതായത് സാൻ വെങ്കാൻസ എന്ന പേരുള്ള ഒരു ഉടമ്പടിയുണ്ട്. അതിപ്പോ ഭൂമിയിലാണുള്ളത്. ഭൂമിയിൽ ഏതോ ഒരു ശ്മശാനത്തിലാണ് അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് കണ്ടെടുക്കണം. അതിനുവേണ്ടി ഇവര് 3 പേരും ബ്ലാക്ക് ഹേർട്ടിനെ സഹായിക്കണം. ബ്ലാക്ക് ഹേർട്ട് ആ കാര്യം പറയുമ്പോൾ, എന്തിനാണ് ആ ഉടമ്പടി കണ്ടെടുത്തിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഉപകാരം എന്നാണ് ആ ഏഞ്ചൽസ് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകം മൊത്തത്തിൽ പിടിച്ചടക്കാൻ പറ്റും എന്നാണ് ബ്ലാക്ക് ഹേർട്ട് പറയുന്നത്. അങ്ങനെ അവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ബ്ലാക്ക് ഹേർട്ടിന് ആരോ വിളിക്കുകയാണ്. ആ ശബ്ദം കേട്ടതും ബ്ലാക്ക് ഹേർട്ടിന് ദേഷ്യം വരാൻ തുടങ്ങി. അതാരാണ് എന്ന കാര്യം അവന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അവൻ വേഗം ആ ബാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. അത് മറ്റാരുമല്ല, അത് ആ മെഫിസ്റ്റോ ആയിരുന്നു. ഈ മെഫിസ്റ്റോ എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ഹേർട്ടിന്റെ അച്ഛനാണ്. അവൻ ഇപ്പൊ ഭൂമിയിലേക്ക് വന്നത് കാണുമ്പോൾ അയാൾക്ക് ശരിക്കും ദേഷ്യം വന്നു. നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇത് നിന്റെ സ്ഥലമല്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നാണ് മെഫിസ്റ്റോ പറയുന്നത്. അദ്ദേഹം ബ്ലാക്ക് ഹേർട്ടും വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങളെ തന്നെ പേടിപ്പിക്കുകയാണോ? ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഞാൻ വന്നത് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതില്ലാതെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകത്തില്ല എന്നാണ് ബ്ലാക്ക് ഹേർട്ട് പറയുന്നത്. ഓ, അങ്ങനെയാണല്ലേ. ഈ ലോകത്തിൽ എനിക്ക് നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന കാര്യം ശരി തന്നെയാണ്. പക്ഷെ എന്റെ റൈഡറിനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും. ഓ, ഗോസ്റ്റ് റൈഡർ അല്ലേ? വെറുതെ നരകത്തിലെ അഗ്നിയുടെ ശക്തിയെല്ലാം നഷ്ടപ്പെടുത്തി നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ നിർമ്മിതി. എന്തിനാണ് അതൊക്കെ വെറുതെ ആക്കിയത്? നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചാൽ പോരായിരുന്നോ? വേറൊരാൾ എന്തിനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോയത്? ഞാൻ നിങ്ങളുടെ മകനല്ലേ? ശരിയാണ്, നീ എന്റെ മകൻ തന്നെയാണ്. പക്ഷെ ഇവിടെയുള്ളതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ്. അത് ഒരുത്തനും ഞാൻ വിട്ടുതരത്തില്ല എന്നാണ് മെഫിസ്റ്റോ പറയുന്നത്. എന്നാ പിന്നെ നമുക്കൊന്ന് കാണാം. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ നിങ്ങളുടെ റൈഡർ അയക്കുമെന്ന്. ഗോസ്റ്റ് റൈഡറിനെ നിങ്ങൾ അയക്കി എങ്ങനെ അവന്റെ പണി തീർക്കാം എന്ന കാര്യം എനിക്കറിയാം. അങ്ങനെ അവന്റെ പണി ഞാൻ തീർത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങളുടെ പണി തീർക്കാനായിരിക്കും ഞാൻ വരുന്നത് എന്നാണ് ബ്ലാക്ക് ഹെഡ് പറയുന്നത്. എന്നാൽ നമുക്ക് കാണാതും പറഞ്ഞിട്ട് മെഫിസ്റ്റോ ആണെങ്കിൽ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്ന് ജോണിക്ക് ഒരു ബൈക്ക് സ്റ്റണ്ട് ഉണ്ട്. അത് കാണാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാർ ഒരു സ്റ്റേഡിയത്തിന്റെ അകത്ത് കൂടിയിട്ടുണ്ട്. ഇപ്പൊ ജോണി അവന്റെ സ്യൂട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ട് ആ റാമ്പിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ റോക്സ് അങ്ങോട്ട് വരുന്നത്. എന്നാൽ ഇവളിപ്പോ പഴയ റോക്സ് അല്ല. അന്ന് ഇവനെ ഇവളെ തേച്ചിട്ട് പോയില്ലേ, അതിനുശേഷം അവൾ ഇവനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ആ ഒരു ബന്ധം അവൾ അവിടെ വെച്ച് നിർത്തിയതാണ്. പിന്നെ അവൾ പഠിച്ചു റിപ്പോർട്ടറൊക്കെ ആയി. ഇപ്പൊ അവൻ സെലിബ്രിറ്റി ആണല്ലോ, അതുകൊണ്ട് ഇവന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് റോക്സ് ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അവൾ അങ്ങോട്ട് വന്നിട്ട് ഒഫീഷ്യലായിട്ട് അവന്റെ അടുത്ത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അതിനുശേഷം അവൾ അവിടുന്ന് പോവുകയും ചെയ്തു. എന്നാൽ ഇപ്പൊ റോക്സിന് അവനോട് ഇഷ്ടമില്ലെങ്കിലും അവളെ വീണ്ടും കണ്ടപ്പം ജോണിക്ക് വീണ്ടും അവളോട് ഇഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെ അവൻ അടുത്തതായിട്ട് പോകുന്നത് അവന്റെ ആ ബൈക്ക് സ്റ്റാൻഡ് നടത്താൻ വേണ്ടിയിട്ടാണ്. ഇത്തവണ ആ ഗ്രൗണ്ടിലായിട്ട് 4-5 ഹെലികോപ്റ്ററുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ കൂടെയാണ് അവൻ ജമ്പ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ അവന്റെ ബൈക്ക് എടുത്തിട്ട് ജമ്പ് ചെയ്തു. എന്നാൽ ഇത്തവണ ആക്സിഡന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ അവൻ അപ്പുറത്തേക്ക് ലാൻഡ് ചെയ്യുകയും ചെയ്തു. അതൊക്കെ കണ്ട് അവിടെ കൂടിയിരിക്കുന്ന കാണികളൊക്കെ കൈയടിക്കുകയാണ്. അങ്ങനെ ആ ബൈക്ക് സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം തന്നെ റോക്സ് ആണെങ്കിൽ അവരുടെ ക്യാമറാമാന്റെ കൂടെ അവരുടെ വാനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഫോളോ ചെയ്തിട്ടാണ് ജോണി ഇപ്പോൾ വരുന്നത്. അങ്ങനെ വേഗം തന്നെ ജോണി അവരുടെ മുമ്പിൽ ബൈക്ക് ഓട്ടി. എന്നിട്ട് അവളെ വണ്ടിയിൽ നിന്ന് ഇറക്കിയതിനു ശേഷം അവൻ അവളുടെ അടുത്തൊരു കാര്യം ചോദിക്കുകയാണ്. നമുക്കിന്നൊരു ഡിന്നറിന് പോയാലോ എന്നാണ് അവൻ ചോദിക്കുന്നത്. എന്നാൽ പണ്ട് അവൻ അവളെ തേച്ചിട്ട് പോയതുകൊണ്ട് അവളുടെ ആ ദേഷ്യം ഇതുവരെയായിട്ടും വിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ട് അവൾ പഴങ്കഥകളൊക്കെ പറയാൻ തുടങ്ങി. എന്നാൽ അവളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ അവൻ പെട്ടെന്ന് അവളെ പിടിച്ചിറങ്ങി കിസ് ചെയ്യുകയാണ്. അങ്ങനെ ആ കിസ് കിട്ടി കഴിഞ്ഞപ്പം അവൾക്ക് അവനോടുള്ള ദേഷ്യമൊക്കെ പോയി. ഡിന്നറിന് വരാം എന്നവൾ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ സമയം രാത്രി. റോക്സ് ഇപ്പം ജോണിയെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞ റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ്. ഇതേ സമയം തന്നെ ജോണി ആണെങ്കിൽ അവന്റെ വീട്ടിൽ തന്നെയാണ്.
അവൻ ഇതുവരെയായിട്ടും പുറപ്പെട്ടിട്ടില്ല. അവൻ കുറെ കാലമായല്ലോ റോക്സിനെ കണ്ടിട്ട്. അതുകൊണ്ട് ഇന്നിപ്പോ അവളെ കാണാൻ ചെല്ലുമ്പോൾ എന്താണ് അവളോട് സംസാരിക്കേണ്ടത് എന്ന് അവനിങ്ങനെ കണ്ണാടി നോക്കി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവന്റെ കൈ ഇങ്ങനെ ചുവന്ന കളറാവാൻ തുടങ്ങി. അത് കണ്ട് ടെൻഷനാവുന്ന അവൻ അവന്റെ കയ്യിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. എന്നാൽ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് പുക വരാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് അവനൊന്നും മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് അവന്റെ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവൻ ആരോ ഇങ്ങനെ വിളിക്കുകയാണ്. എന്നാൽ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയൊന്നും ആരെയും കാണുന്നില്ല. അങ്ങനെ അവിടെയൊക്കെ സെർച്ച് ചെയ്തതിനു ശേഷം ജോൺ ഇപ്പൊ വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയത്തും അവന്റെ പേരാരോ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടക്കുമ്പോഴാണ് അവൻ അത്ഭുതപ്പെടുന്ന മറ്റൊരു കാഴ്ച കാണുന്നത്. അത് അവന്റെ ബൈക്കായിരുന്നു. അതിനിപ്പോ മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. മാത്രമല്ല അതിപ്പോ സ്വയം സ്റ്റാർട്ടായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവൻ അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ മെഫിസ്റ്റോ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അയാൾ തന്നെയാണ് ഇതിന്റെ പുറകിലെന്നും അവന് മനസ്സിലായി. ഈ സമയം മെഫിസ്റ്റോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞൊരു കാര്യം നീ ഓർക്കുന്നുണ്ടോ? ഒരു ദിവസം ഞാൻ നിന്നെ തേടി വരുമെന്ന്. അതിന്നാണ്. നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഈ ഭൂമിയിൽ ബ്ലാക്ക് ഹേർട്ട് എന്ന പേരിൽ ഒരുത്തനുണ്ട്. നീ ഉടനെ തന്നെ ചെന്നിട്ട് അവനെ കൊന്നു കളയണം എന്നാണ് മെഫിസ്റ്റോ പറയുന്നത്. ഓൾറെഡി അയാളെ കണ്ട ദേഷ്യത്തിലാണ് അവൻ നിൽക്കുന്നത്. ഇപ്പൊ ഒരാളെ കൊല്ലണമെന്നും കൂടെ അയാൾ പറയുമ്പോൾ എനിക്കതിന് സൗകര്യമില്ല എന്നും പറഞ്ഞിട്ട് അവൻ അവന്റെ ബൈക്കിലേക്ക് കയറി. എന്നാൽ ബൈക്കിലേക്ക് കയറി അവനത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവനെ കൊണ്ട് അത് സാധിക്കുന്നില്ല. അത് കാണുന്ന മെഫിസ്റ്റോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല ജോണി, എന്നെ ധിക്കരിച്ച് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിനക്കറിയാലോ നമ്മൾ തമ്മിൽ ഒരു ഉടമ്പടിയുണ്ട്. നീ അത് പൂർത്തിയാക്കുന്നവരെ നിനക്ക് എന്നെ വിട്ടു പോകാൻ പറ്റത്തില്ല. അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിന്നിൽ നിന്നെടുത്ത നിന്റെ ആത്മാവിനെ ഞാൻ തിരിച്ചു തരുന്നതായിരിക്കും. അതുവരെ നീ എന്നെ അനുസരിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അയാളുടെ വടി എടുത്തിട്ട് നിലത്ത് കുത്താണ്. അതോടുകൂടെ ആ ബൈക്ക് സ്റ്റാർട്ടായി. അതിനെ തുറന്ന് അത് വളരെ വേഗത്തിൽ ജോണിയും കൊണ്ട് അവിടെ ഓടിച്ചു പോവാണ്. എന്നാൽ പോകുന്ന വഴിക്ക് അതിന്റെ ടയറിനൊക്കെ ഇങ്ങനെ തീ പിടിക്കുന്നുണ്ട്. മാത്രമല്ല അതിങ്ങനെ പോകുന്ന റോഡ് മൊത്തം കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ പോകുന്ന സ്ട്രീറ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഭാഗങ്ങളൊക്കെ കത്തിപ്പിടിക്കുന്നുണ്ട്. അവിടെ ഇഷ്ടം പോലെ നാശനഷ്ടങ്ങളും ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ജോണിക്കാണെങ്കിൽ ആ ബൈക്ക് കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ആ പോക്കിന്റെ ഇടയിൽ ആ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് തെറിച്ചു പോവുകയും ചെയ്തു. ഇതേ സമയം തന്നെ ഒരു പോലീസുകാരൻ അവിടുത്തെ ഹൈവേയിൽ നിൽക്കുന്നുണ്ട്. ഓവർ സ്പീഡിൽ ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ നോക്കിക്കൊണ്ട്. പെട്ടെന്നാണ് ജോണി അവന്റെ ബൈക്കിൽ അതിലെ കടന്നു പോകുന്നത്. അതോടുകൂടെ ആ പോലീസുകാരൻ അവിടെ നിന്ന് തെറിച്ചു പോവാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ബോർഡിന് തീ പിടിക്കുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് ആ പോലീസുകാരനാണെങ്കിൽ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. ഈ സമയം തന്നെ ബ്ലാക്ക് ഹേർട്ടും അവന്റെ ഏഞ്ചൽസും കൂടെ ആ സെമിത്തേരിയും തപ്പി നടക്കാണ്. എന്നാൽ അവർ ആ സെമിത്തേരി ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇപ്പൊ കുറെ റെയിൽവേ ട്രാക്കുകളാണ് കാണുന്നത്. ആ സെമിത്തേരി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അത് എങ്ങോട്ടാണ് മാറ്റിയത് എന്ന കാര്യം അവർക്ക് അറിയത്തില്ല. ഈ സമയത്താണ് ആ സ്ഥലം നോക്കി നടക്കുന്ന ഒരാൾ അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല, വേഗം തന്നെ ഇവിടുന്ന് പോയിക്കേ എന്നാണ് അയാൾ വന്ന ഉടനെ തന്നെ പറയുന്നത്. അത് കേട്ടതും ബ്ലാക്ക് ഹേർട്ടും കൂട്ടരും അവന് നേർക്ക് തിരിഞ്ഞു. എന്നിട്ട് ആ സെമിത്തേരി എങ്ങോട്ടാണ് മാറ്റിയത് എന്നാണ് ബ്ലാക്ക് ഹേർട്ട് ചോദിക്കുന്നത്. ആദ്യം അയാൾ അത് പറയാൻ കൂട്ടാക്കത്തില്ലെങ്കിലും ബ്ലാക്ക് ഹേർട്ടിന്റെ കൂടെ നിൽക്കുന്നവരുടെ രൂപമൊക്കെ കാണുമ്പോൾ അവന് ശരിക്കും പേടിയായി. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ സെമിത്തേരി എവിടെയാണുള്ളത് എന്ന കാര്യം അവൻ പറഞ്ഞു കൊടുത്തു. സെന്റ് മൈക്കിൾ എന്ന പേരുള്ള ഒരു പള്ളിയുണ്ട്. അതിന്റെ മേൽനോട്ടത്തിലാണ് ഇപ്പൊ ആ സെമിത്തേരി. ആ കാര്യമാണ് അയാൾ ഇപ്പൊ അവരുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ അയാൾ ആ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ബ്ലാക്ക് ഹേർട്ട് ഉടനെ തന്നെ അവനെയും പ്രതിമയാക്കി മാറ്റുകയാണ്. ഇതേ സമയം തന്നെ ആ ബൈക്ക് ജോണിയും കൊണ്ട് പോകുന്നത് ഒരു ഗ്യാരേജിന്റെ അകത്തേക്കാണ്. അവിടേക്ക് എത്തിയ ഉടനെ തന്നെ ബൈക്ക് അവൻ അവിടെ നിന്ന് തെറിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ താഴേക്ക് വീണ് കഴിയുമ്പോൾ ജോണി പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നാൽ ഈ സമയം അവന്റെ ശരീരം മൊത്തം തീ പിടിക്കാൻ തുടങ്ങി. ആദ്യം അവന്റെ കാലിലാണ് തീ കത്തുന്നത്. അതിനുശേഷം അവന്റെ മുഖത്തും തീ കത്താൻ തുടങ്ങി. അങ്ങനെ അവന്റെ മുഖത്തെ സ്കിന്നൊക്കെ കത്തിക്കരിഞ്ഞ് ഇപ്പൊ അവന്റെ തലയുടെ സ്ഥാനത്ത് തീ കത്തുന്ന ഒരു തലയോട്ടിയാണ്. ഇതാണ് ഗോസ്റ്റ് റൈഡറിന്റെ രൂപം. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആ ബ്ലാക്ക് ഹേർട്ട് അങ്ങോട്ട് വരുന്നത്. ബ്ലാക്ക് ഹേർട്ട് അങ്ങോട്ട് വന്നതും ഗോസ്റ്റ് റൈഡർ ഉത്തരവിടാൻ തുടങ്ങി. മര്യാദയ്ക്ക് നരകത്തിലേക്ക് തിരിച്ചു പോയിക്കോ, അതാണ് നിനക്ക് നല്ലത് എന്നാണ് ഗോസ്റ്റ് റൈഡർ പറയുന്നത്. എന്നാൽ അവനത് പറഞ്ഞു തീർന്നതും പെട്ടെന്നാണ് ആ അബിഗർ അങ്ങോട്ട് പറഞ്ഞു വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ഗോസ്റ്റ് റൈഡറിനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അങ്ങനെ അവൻ നേരെ തെറിച്ചു വീഴുന്നത് ഒരു ചങ്ങലയിലേക്കാണ്. എങ്കിലും അവൻ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി. അതിനുശേഷം അവൻ ആ ചങ്ങല എടുത്തുകൊണ്ട് ബ്ലാക്ക് ഹേർട്ടിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ അവൻ നടക്കുന്ന വഴിയിൽ താഴെ കുറച്ച് വെള്ളം കിടക്കുന്നുണ്ട്. അവൻ അതിൽ ചവിട്ടുകയും ചെയ്തു. ആ വെള്ളത്തിനകത്തുണ്ടായിരുന്നത് വേലോ ആയിരുന്നു. അതിപ്പം അവന്റെ കാലിനവിടെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗോസ്റ്റ് റൈഡറിന് അവിടുന്ന് മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല. പെട്ടെന്നാണ് ഒരു വലിയ ട്രക്ക് വന്നിട്ട് ഗോസ്റ്റ് റൈഡറിനെ ഇടിക്കുന്നത്. ആ ട്രക്ക് ഓടിച്ചിരുന്നത് ഗ്രിസിലായിരുന്നു. അങ്ങനെ ഗോസ്റ്റ് റൈഡറിന്റെ പണി തീർന്നെന്ന് വിചാരിച്ചിട്ട് അവരെല്ലാവരും അവിടെ നടക്കാൻ തുടങ്ങി. ഏറ്റവും പുറകെ പോകുന്നത് ആ ഗ്രിസിലാണ്. എന്നാൽ അവൻ കുറച്ച് മുന്നിലേക്ക് എത്തിക്കഴിയുമ്പോൾ പെട്ടെന്ന് ഗോസ്റ്റ് റൈഡർ വന്നിട്ട് അവനെ പിടിച്ചു. അതിനുശേഷം ഒറ്റയടിക്കാൻ അവനെ തെറിപ്പിച്ചു കളയാണ്. അങ്ങനെ അവനെ തെറിപ്പിച്ചതിന് ശേഷം ഗോസ്റ്റ് റൈഡർ അവന്റെ അടുത്തുള്ള ചങ്ങല എടുത്തു. എന്നിട്ട് അതിൽ തീ കത്തിച്ചിട്ട് അവൻ ആ ചങ്ങല വെച്ചിട്ട് ആ ഗ്രിസിലിനെ ഇങ്ങനെ ചുറ്റി വരികയാണ്. അതോടുകൂടെ ആ ഗ്രിസിലാണെങ്കിൽ പൊടിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ ഗ്രിസിലിന്റെ പണി തീർന്നു. ഈ സമയമാകുമ്പോഴേക്കും ആ ബ്ലാക്ക് ഹേർട്ടും ബാക്കിയുള്ളവരോടൊന്ന് പോയി. അത് മനസ്സിലായതും ഗോസ്റ്റ് റൈഡർ ഒരു വിസിലടിക്കുകയാണ്. അങ്ങനെ ആ വിസിലടി ശബ്ദം കേട്ട് കഴിയുമ്പോൾ അവന്റെ ബൈക്ക് അവന്റെ അടുത്തേക്ക് ഓടിയെത്തി. അതിലിപ്പോ ആ ബൈക്ക് അവന്റെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ അതിലും തീ പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ രൂപം മാറുകയും ചെയ്തു. ഇതാണ് ഗോസ്റ്റ് റൈഡറിന്റെ ബൈക്ക്. അങ്ങനെ വേഗം തന്നെ ഗോസ്റ്റ് റൈഡർ ആ ബൈക്കും എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. കുറെ പോയി ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് അവനൊരു കാര്യം കാണുന്നത്. അവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ട്. ഒരു കള്ളനിപ്പം അവിടെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതും ഗോസ്റ്റ് റൈഡർ വേഗം കള്ളന്റെ അടുത്തേക്ക് ചെന്നു. അവന്റെ ആ രൂപം കാണുമ്പോൾ അവർ രണ്ടുപേരും ശരിക്കും ഞെട്ടിപ്പോയി. ഈ സമയം ഗോസ്റ്റ് റൈഡർ പറഞ്ഞതിനെ തുടർന്ന് ആ ലേഡി ആണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു.
അങ്ങനെ ആ ലേഡി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഗോസ്റ്റ് റൈഡർ വേഗം ചെന്നിട്ട് ആ കള്ളനെ പിടിക്കുകയാണ്. എന്നിട്ട് ഗോസ്റ്റ് റൈഡർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരുപാട് നിഷ്കളങ്കരായ ആൾക്കാരെ വേദനിപ്പിച്ചിട്ടുണ്ട്, ആ വേദന നീയും അറിയണം എന്ന് പറഞ്ഞിട്ട് ഗോസ്റ്റ് റൈഡർ അവന്റെ കണ്ണിലേക്കൊന്ന് തുറച്ചു നോക്കുകയാണ്. അതോടുകൂടെ ആ കള്ളൻ ആരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ അതിന്റെയൊക്കെ വേദന അവനിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരം ആ വേദന അനുഭവിച്ചു കഴിയുമ്പോൾ ആ കള്ളന്റെ 2 കണ്ണുകളും കത്തിപ്പോവാണ്. അതോടുകൂടെ അവൻ താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ ആ കള്ളന് നല്ലൊരു പണി കൊടുത്തതിന് ശേഷം ഗോസ്റ്റ് റൈഡർ അവന്റെ ബൈക്ക് എടുത്തിട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ കുറെ പോയി അവനിപ്പോ ഒരു സെമിത്തേരിയിലേക്ക് എത്തി. ഈ സമയമാകുമ്പോഴേക്കും നേരം വെളുത്തു. അതോടുകൂടെ ഗോസ്റ്റ് റൈഡർ ഇപ്പം പഴയതുപോലെ തന്നെ ജോണിയായിട്ട് മാറുകയാണ്. പക്ഷെ ജോണിക്ക് ഇപ്പൊ തീരെ വയ്യ. അവനിങ്ങനെ എഴഞ്ഞെഴഞ്ഞ് മുന്നോട്ട് പോവാണ്. ഈ സമയത്താണ് ഒരാൾ അവന്റെ അടുത്തേക്ക് വരുന്നത്. അവൻ അയാളെ ഒന്ന് നോക്കിയതും അവന് ബോധം പോവുകയും ചെയ്തു. പിന്നീട് ജോണിക്ക് ബോധം വരുമ്പോൾ അവനിപ്പോ അയാളുടെ റൂമിലാണ്. പക്ഷെ അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അയാൾ അവിടെ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം അയാൾ ആ സെമിത്തേരിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ജോണി ഉടനെ തന്നെ അയാളുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നത് എന്റെ ബൈക്ക് എവിടെ നിന്നാണ്. അത് കേൾക്കുമ്പോൾ ബൈക്ക് ആ ഗാരേജിലുണ്ട് എന്ന കാര്യം അയാൾ പറയുകയും ചെയ്തു. അത് മാത്രമല്ല, ഇവൻ വിചാരിക്കുന്ന പോലെ ഒരാളല്ല അയാള്. ഇവൻ ആരാണ് എന്ന കാര്യങ്ങളൊക്കെ ഇയാൾക്ക് അറിയാം. അയാളിപ്പോൾ അവനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം രാത്രി നിനക്ക് സംഭവിച്ചതൊക്കെ നീ കണ്ട ഒരു സ്വപ്നമാണ് എന്നാണ് നീ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. അതെല്ലാം റിയലാണ്. അതെല്ലാം ഇനിയും നിന്റെ ലൈഫിൽ സംഭവിക്കും. കാരണം നീ ഒരു ഗോസ്റ്റ് റൈഡർ ആണ് എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ വേഗം തന്നെ ചെന്നിട്ട് അവിടുത്തെ ഗാരേജിൽ നിന്ന് അവന്റെ ബൈക്ക് എടുത്തു. അതിനുശേഷം അവൻ അതും കൊണ്ട് അവിടുന്ന് പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ സമയം അയാൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അവരെല്ലാവരും നിന്നെ കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ നിനക്ക് വേണ്ടി ഇനിയും വരും. നീ എന്റെ അടുത്തേക്ക് വരും എന്ന് ഇന്നലെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഇനിയും നിനക്ക് എന്റെ സഹായം ആവശ്യം വരും. കാരണം ചെകുത്താന്റെ ആ ഉടമ്പടിയിൽ നീ ഒപ്പുവെച്ചതാണ് എന്നാണ് അയാൾ പറയുന്നത്. അയാൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അവിടുന്ന് പോകാതെ അവിടെ തന്നെ നിന്നു. ഇതേസമയം തന്നെ സിറ്റിയിലാണെങ്കിൽ പോലീസുകാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഗോസ്റ്റ് റൈഡർ പോയ വഴിയുണ്ടല്ലോ, അതൊക്കെ പോലീസുകാർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കിപ്പം അവിടെ പ്രതിമയായിട്ട് കിടക്കുന്ന മനുഷ്യനൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് റോക്സും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ സമയം തന്നെ ആ പള്ളിയിലെ ആളാണെങ്കിൽ ജോണിയെ പള്ളിയുടെ അകത്തേക്ക് വിളിച്ചോണ്ട് പോയി. എന്നിട്ട് അവന്റെ മുറിവൊക്കെ അയാളിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ മുഴുവൻ കാര്യങ്ങളും അവനിപ്പോൾ അയാളുടെ അടുത്ത് പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ അയാളും ചില കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് പറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നീ ഒരു ഗോസ്റ്റ് റൈഡർ ആണ്. പകൽ സമയത്ത് നീ ഒരു മനുഷ്യനായിരിക്കും. എന്നാൽ രാത്രിയായി കഴിയുമ്പോൾ പിശാചിന്റെ ശക്തിയിൽ നീ വീണ്ടും ഗോസ്റ്റ് റൈഡർ ആവും. നീ നേരത്തെ പറഞ്ഞില്ലേ ഒരു കള്ളനെ നീ കണ്ട കാര്യം. അവന്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അവൻ ചെയ്ത തെറ്റുകളൊക്കെ നിനക്ക് കാണാൻ കഴിഞ്ഞില്ലേ. എന്നിട്ട് അതിന്റെ വേദനയെല്ലാം നീ അവന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പാപപരിഹാരം, അതാണ് ഗോസ്റ്റ് റൈഡറിന്റെ ഏറ്റവും വലിയ ആയുധം. നിന്നെ പോലെ തന്നെ ബാക്കിയുള്ള ഗോസ്റ്റ് റൈഡേഴ്സിനും അങ്ങനെ ഒരു കഴിവുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുമ്പോൾ എന്നെ പോലെ തന്നെ വേറെയും ഗോസ്റ്റ് റൈഡേഴ്സ് ഉണ്ടോ? ജോണിക്ക് സംശയമായി. ഉണ്ട് ജോണി, 150 വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനത്തെ ഗോസ്റ്റ് റൈഡർ വന്നത്. അന്ന് അവനെ സാൻ വെങ്കാൻസ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ജീവിച്ചിരുന്ന ആൾക്കാരൊക്കെ നല്ല മനുഷ്യരായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു അപരിചിതൻ ഒരു ഉടമ്പടിയായിട്ട് അങ്ങോട്ട് വന്നത്. അതിനെ തുടർന്ന് ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം ദുരാഗ്രഹം മൂത്ത് പരസ്പരം പോരടിക്കാൻ തുടങ്ങി. അവരെല്ലാവരും മരിച്ചു വീഴുകയും ചെയ്തു. അവരുടെ എല്ലാവരുടെയും ആത്മാക്കളെല്ലാം ആ ഗ്രാമത്തിൽ തന്നെ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പൊ ഈ ഒരു കഥയും ആ ബ്ലാക്ക് ഹേർട്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ജോണി അടുത്തായിട്ട് ചോദിക്കുന്നത്. ബ്ലാക്ക് ഹേർട്ട് എന്ന പേര് കേൾക്കുമ്പോൾ ആ മനുഷ്യനൊന്ന് ഞെട്ടിപ്പോയി. അപ്പൊ ബ്ലാക്ക് ഹേർട്ടിനെ പിടിക്കാനാണോ നിന്നിങ്ങോട്ട് പറഞ്ഞുവിട്ടിരിക്കുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതെ, ബ്ലാക്ക് ഹേർട്ടിനെ മാത്രമല്ല അവന്റെ കൂടെയുള്ള ആൾക്കാരെയും എന്നാണ് ജോണി പറയുന്നത്. ഓ, അപ്പൊ അതാണല്ലേ സംഭവം. അവന്റെ കൂടെയുള്ളത് ആരാണെന്ന് നിനക്കറിയോ? സെന്റ് മൈക്കിൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ മാലാഖമാരാണ്. അവരെല്ലാവരും ഈ ഭൂമിയിൽ ഒളിച്ചു ജീവിക്കുന്നവരാണ്. ഇപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം. നീ ഇനി ഇവിടെ നിന്ന് പോവാതിരിക്കുന്നതാണ് നല്ലത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നീ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് ഈ പള്ളിയിലാണ്. ഇതുപോലുള്ള സ്ഥലത്തേക്ക് അവർക്ക് ആർക്കും വരാൻ പറ്റത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അയാൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ, എന്തായാലും നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് അർജന്റായിട്ട് ഒരാളെ കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയം അയാൾ വീണ്ടും അവനെ വിളിച്ചു. നീ എന്തിനാണ് ആ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അന്ന് ഞാൻ കുട്ടിയായിരുന്നു, അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് ജോണി അവിടുന്ന് പോയി. അങ്ങനെ ജോണി ഇപ്പം അവന്റെ ബൈക്കുമായിട്ട് സിറ്റിയിലേക്ക് എത്തി. ഈ സമയം പോലീസുകാരെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അവനുണ്ടാക്കിയ അവിടുത്തെ ആ നാശനഷ്ടങ്ങളൊക്കെ കണ്ട് അവൻ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. ഇതേ സമയം തന്നെ റോക്സ് അവളുടെ ക്യാമറാമാനും കൂടെ കഴിഞ്ഞ ദിവസം രാത്രി ജോണി രക്ഷിച്ച ഒരു ലേഡി ഉണ്ടായിരുന്നല്ലോ, അവളുടെ ഒരു ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇന്റർവ്യൂവിൽ അവൾ കഴിഞ്ഞ ദിവസം കണ്ട ആ ഭീകര രൂപത്തെക്കുറിച്ചൊക്കെ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ തലയിൽ തീ കത്തിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ അവൾ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ശരിക്കും ചിരിയാണ് വരുന്നത്. അവരതൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ജോൺ ഇപ്പോൾ റോക്സിന്റെ അടുത്തെത്തി. കഴിഞ്ഞ ദിവസം രാത്രി വരാൻ പറ്റാത്തതിനൊരു സോറി പറയാനാണ് അവൻ പങ്കെടു വന്നിരിക്കുന്നത്. എന്നാൽ വീണ്ടും അവളെ തേച്ചതുകൊണ്ട് റോക്സ് ആണെങ്കിൽ ശരിക്കും ദേഷ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ വണ്ടി കയറി അവിടുന്ന് പോയി. ഈ സമയവും പോലീസുകാരൊക്കെ അവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഒരു പോലീസുകാരന് ജോണിയുടെ ബൈക്കിന്റെ ആ നമ്പർ പ്ലേറ്റ് കിട്ടുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ജോണി ഇപ്പം അവന്റെ റൂമിലാണ്. അവന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന തീ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നാണ് അവനിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവൻ ആ തീ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എങ്ങനെയെങ്കിലും അത് കൺട്രോൾ ചെയ്യാൻ പഠിച്ചേ പറ്റൂ എന്നാണ് അവനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അവൻ അവിടെ കളക്ട് ചെയ്ത് വെച്ച പുസ്തകങ്ങൾ മൊത്തം റിസർച്ച് ചെയ്യാൻ തുടങ്ങി.
അതിൽ നിന്ന് അവൻ മനസ്സിലാക്കുന്നത് കോൺസെൻട്രേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ എന്തിനും അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനെ തുടർന്ന് അവൻ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത്തവണ അവന്റെ ശരീരത്തിൽ നിന്നും അവൻ ആ തീ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവനതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് റോക്സ് അങ്ങോട്ട് വരുന്നത്. കുറച്ചു മുമ്പേ അവനോട് ദേഷ്യപ്പെട്ടിട്ടായിരുന്നല്ലോ അവൾ പോയത്. അവൾക്കതിൽ വല്ലാത്ത വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ അവനുമായിട്ട് വീണ്ടും കൂട്ടുകൂടാൻ വേണ്ടിയിട്ടാണ് അവൾ ഇപ്പം അങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ജോണിയെ സംബന്ധിച്ചിട്ട് അവനിപ്പോൾ അതിന് പറ്റിയൊരു കണ്ടീഷനിലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തൽക്കാലം നീ ഇവിടുന്ന് പോകാൻ നോക്ക് എന്നാണ് ജോണി പറയുന്നത്. എന്നാൽ അവള് പോകാൻ കൂട്ടാക്കുന്നില്ല. എന്താണ് നിന്റെ പ്രശ്നം, നീ അത് എന്നോട് പറ എന്നാണ് അവള് പറയുന്നത്. അതേക്കുമ്പോ ഞാനത് പറയാം, പക്ഷെ നീ അത് വിശ്വസിക്കത്തില്ല എന്നാണ് അവൻ പറയുന്നത്. നീ പറ, ഞാൻ വിശ്വസിക്കുകയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അപ്പം നോക്കാം. അവളും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ അവളിങ്ങനെ വാശി പിടിക്കുമ്പോൾ അവന് സംഭവിച്ച മുഴുവൻ കാര്യങ്ങൾ അവളുടെ അടുത്ത് പറയാണ്. നീ വിചാരിക്കുന്ന പോലെ ഞാൻ പഴയ ജോണിയല്ല. ഞാൻ എന്റെ ആത്മാവിനെ ഒരു സാത്താന് വിറ്റു. ഞാനിപ്പം സാത്താന്റെ വാടക കൊലയാളിയാണ്. രാത്രിയാവുമ്പോൾ എന്റെ രൂപം മാറും. അത് കണ്ടു നിൽക്കാനൊന്നും നിനക്ക് പറ്റത്തില്ല. മാത്രമല്ല ആ സമയത്ത് ഞാൻ എന്തൊക്കെ ചെയ്യും എന്ന കാര്യം എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് നീ ഉടനെ തന്നെ ഇവിടുന്ന് പോകാൻ നോക്ക് എന്നാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പൊ കഴിഞ്ഞ ദിവസം രാത്രി സിറ്റിയിൽ ഉണ്ടാക്കിയ മുഴുവൻ പ്രശ്നത്തിനും കാരണക്കാരൻ നീയാണ് എന്നാണോ നീ പറഞ്ഞു വരുന്നത്? അവൾ വീണ്ടും ചോദിക്കുന്നു. അതെ, അതിനൊക്കെ കാരണക്കാരൻ ഞാനാണ് എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ എന്നിട്ടും അവൾ വിശ്വസിക്കുന്നില്ല. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ മനസ്സിലായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ നിനക്ക് വട്ടാണ്, അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും ഞാൻ മാറി തന്നേക്കാം, പക്ഷെ ഇനി മേല ഞാൻ നിന്റെ അടുത്തേക്ക് വരത്തില്ല എന്നും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാണ്. എന്നാൽ അവള് പോയി കുറച്ച് സമയം കഴിയുമ്പോൾ പോലീസുകാരൊക്കെ അങ്ങോട്ട് എത്തി. അവർക്ക് ആ നമ്പർ പ്ലേറ്റ് കിട്ടിയല്ലോ. അത് വെച്ച് അന്വേഷിച്ചപ്പം അത് ജോണിയുടേതാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവനെ അറസ്റ്റ് ചെയ്യാനാണ് അവരിപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ പോലീസുകാർ അവനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് എത്തി. അവരിപ്പം അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ അവനോട് ചോദിക്കുന്നത്, നീ എന്തിനാണ് അവിടെയുള്ള ആളെ കൊന്നതാണ്? അതേക്കുമ്പം ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. പോലീസുകാർ എത്ര നേരം ചോദിച്ചിട്ടും അവൻ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ശരിക്കും കലിയേറി. അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോയിട്ട് ഒരു സെല്ലിനകത്താക്കുകയാണ്. എന്നാൽ ആ സെല്ലിനകത്താണെങ്കിലോ നിറയെ ക്രിമിനൽസും. ഇപ്പൊ ജോണിയെ പോലീസുകാരാണ്ടാക്കിയപ്പോൾ അവന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ജോണിയെ ശരിക്കും ഇടിക്കാൻ തുടങ്ങി. എന്നാൽ അവരെല്ലാവരും കൂടെ അങ്ങനെ അവനെ കൂട്ടത്തോടെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നേരെ ഇരുട്ടുന്നത്. അതോടുകൂടെ അവനിലെ ഗോസ്റ്റ് റൈഡർ പുറത്തേക്ക് വന്നു. പെട്ടെന്ന് അവൻ ആ ഗോസ്റ്റ് റൈഡറിന്റെ രൂപത്തിലേക്ക് മാറിയപ്പോൾ അവനിങ്ങനെ കൂട്ടത്തോടെ പിടിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ആൾക്കാരും തെറിച്ചു പോവാണ്. അതോടുകൂടെ അവന്മാരുടെ എല്ലാവരുടെയും പണി തീർന്നു. ഈ സമയം അവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ അവിടെ നിൽക്കുന്നുണ്ട്. ജോണി ഉടനെ തന്നെ ചെന്നിട്ട് അവനെ പിടിച്ചു. അത് മറ്റൊന്നും കൊണ്ടല്ല, അവനിട്ടിരിക്കുന്ന ജാക്കറ്റ് ജോണിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എടുക്കാമെന്നും പറഞ്ഞിട്ട് ജോണി ആ ജാക്കറ്റ് മേടിച്ചിടുകയും ചെയ്തു. എന്നിട്ട് അവന്റെ പണിയും തീർത്തു. എന്നാൽ ആ സെല്ലിനകത്ത് ഒരു പയ്യൻ നിൽക്കുന്നുണ്ട്. ജോണി അവനെ ഒന്നും ചെയ്യുന്നില്ല, കാരണം അവനൊരു നിരപരാധിയാണ് എന്ന കാര്യം ജോണിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ജോണി വേഗം തന്നെ ആ സെല്ലിന്റെ കമ്പികളൊക്കെ കത്തിച്ചു കളഞ്ഞിട്ട് അവൻ ആ സെല്ലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ ജോണി ഇപ്പം ആ പോലീസ് സ്റ്റേഷന്റെ പുറത്തേക്ക് വന്നു. ഈ സമയം അവന്റെ ബൈക്ക് അവിടെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അവൻ ഉടനെ തന്നെ ബൈക്കിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് ഓടിച്ചു പോവാണ്. അവൻ നേരെ ഇപ്പൊ സിറ്റിയിലേക്കാണ് പോകുന്നത്. എന്നാൽ അവനെ പിന്തുടർന്നുകൊണ്ട് പോലീസുകാരും വരുന്നുണ്ട്. അത് മനസ്സിലാവുന്ന ജോണി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ബൈക്കുമായിട്ട് സിറ്റിയിലുള്ള കായലിലേക്ക് ചാടുകയാണ്. പോലീസുകാരൊക്കെ വിചാരിച്ചത് അവൻ അവിടെ താഴ്ന്നു പോകുന്നതാണ്. എന്നാൽ അവന്റെ വണ്ടിയുമായിട്ട് പൊങ്ങി വന്നിട്ട് ആ വെള്ളത്തിന്റെ മുകളിലൂടെ ആ വണ്ടി ഓടിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം തന്നെ ആ ബ്ലാക്ക് ഹേർട്ടും കൂട്ടരും ഒരു പള്ളിയുടെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. അവരിപ്പം ആ സെമിത്തേരിയാണ് അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ഗോസ്റ്റ് റൈഡർ അങ്ങോട്ട് വരുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും ബ്ലാക്ക് ഹേർട്ട് ഉടനെ തന്നെ അബിഗറിന്റെ അടുത്ത് അവനെ പിടിക്കാൻ വേണ്ടി പറഞ്ഞുവിടുകയാണ്. അങ്ങനെ അബിഗർ ഉടനെ തന്നെ ഗോസ്റ്റ് റൈഡറിന്റെ അടുത്തേക്ക് എത്തി. ഈ സമയം ഗോസ്റ്റ് റൈഡർ ആണെങ്കിൽ അവന്റെ ബൈക്കിലിരിക്കുകയാണ്. അബിഗർ പെട്ടെന്ന് വന്നിട്ട് ഗോസ്റ്റ് റൈഡറിനെ അവിടെ നിന്ന് ഇടിച്ച് തെറിപ്പിച്ച് കളഞ്ഞു. അതിനുശേഷം അവൻ അവിടെ നിന്ന് പറന്നു പോവുകയും ചെയ്തു. അബിഗർ അവിടെ നിന്ന് പറന്നു പോകുന്ന കാണുമ്പോൾ ഗോസ്റ്റ് റൈഡർ അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അബിഗർ ഇപ്പൊ നേരെ പോകുന്നത് സിറ്റിയിലുള്ള വലിയൊരു ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ്. ജോണിയും അവന്റെ ബൈക്കുമായിട്ട് ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഓടിച്ചു കയറ്റി. എന്നാൽ അവൻ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് എത്തിയപ്പോൾ ഒരു പോലീസുകാരൻ ഒരു ഹെലികോപ്റ്ററിൽ അങ്ങോട്ട് വന്നു. അത് കണ്ടതും ഗോസ്റ്റ് റൈഡറിന് ശരിക്കും ദേഷ്യം വന്നു. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ ചങ്ങല വെച്ചിട്ട് ആ ഹെലികോപ്റ്ററിനെ ചുഴറ്റി പിടിക്കുകയാണ്. അതിനുശേഷം അതിനിങ്ങനെ വട്ടം ചുറ്റി ദൂരേക്ക് ഒരൊറ്റ ഏറ് വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ആ ഹെലികോപ്റ്ററിനെ അവിടെ നിന്ന് പറത്തി വിട്ടതിന് ശേഷം ഗോസ്റ്റ് റൈഡർ നേരെ പോകുന്നത് അബിഗറിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് അവന്റെ കുത്തിനേറി പിടിച്ചു. എന്നാൽ അബിഗർ കാറ്റാണല്ലോ, അതുകൊണ്ട് തന്നെ ഗോസ്റ്റ് റൈഡറിന് അവനെ പിടിക്കാൻ പറ്റുന്നില്ല. അബിഗർ മുകളിലേക്ക് പറന്നു പോവാണ്. ഈ സമയം ഗോസ്റ്റ് റൈഡർ അവന്റെ ചങ്ങല എറിഞ്ഞു നോക്കി. എന്നാൽ അതുകൊണ്ടും അബിഗറിനെ പിടിക്കാൻ പറ്റുന്നില്ല. അവൻ അവിടെ നിന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ഗോസ്റ്റ് റൈഡറിന് ഒരു ഐഡിയ തോന്നുന്നത്. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ചങ്ങലയിൽ ഇങ്ങനെ തീ കത്തിച്ചിട്ട് അത് വെച്ച് ആ അബിഗറിന്റെ ചുറ്റും ഇങ്ങനെ ചുഴറ്റാൻ തുടങ്ങി. അതോടുകൂടെ ആ ചങ്ങലയിൽ നിന്ന് തീ പുറത്തേക്ക് വരികയാണ്. ആ തീ ദേഹത്തേക്ക് ഏൽക്കുമ്പോൾ അബിഗറിന്റെ ശരീരം കത്തിപ്പിടിച്ചു. അതോടുകൂടെ അബിഗറിന്റെ പണിയും തീർന്നു. അങ്ങനെ അബിഗറിന്റെ പണി തീർത്തിട്ട് ജോണി വേഗം ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ലാൻഡ് ചെയ്തു. ഈ സമയം അവിടെ നിറയെ പോലീസുകാർ കൂടിയിരിക്കുകയാണ്. മാത്രമല്ല അവരുടെ കൂട്ടത്തില് റോക്സും ഉണ്ട്. ഇപ്പൊ ഗോസ്റ്റ് റൈഡറിനെ നേരിട്ട് കണ്ടപ്പം ജോണി പറഞ്ഞൊക്കെ ശരിയാണ് എന്ന കാര്യം റോക്സിന് മനസ്സിലായി. ഈ സമയം റോക്സിനെ കാണുമ്പോൾ ഗോസ്റ്റ് റൈഡർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ അത് കണ്ടതും പോലീസുകാരിങ്ങനെ അവന് നേരെ തുരുതുര ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ആ ഉണ്ടകളൊക്കെ അവന്റെ ദേഹത്ത് കൊണ്ടു. എന്നാൽ അവനൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. ഈ സമയം റോക്സിനെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ വേഗം തന്നെ അവന് വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പൊ ജോണിയാണ് ഈ ഭീകര രൂപം എന്ന കാര്യം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഈ സംഭവം എല്ലാം കഴിയുമ്പോഴേക്കും നേരം വെളുത്തു.
ജോണി ഇപ്പം നേരെ പോയിരിക്കുന്നത് ആ സെമിത്തേരിയിൽ ആളെ കാണാൻ വേണ്ടിയിട്ടാണ്. ജോണി ഇപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ അയാളുടെ മഴ വെച്ചിട്ട് അവിടെയുള്ള മരങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോണി അങ്ങോട്ട് ചെന്ന ഉടനെ തന്നെ ഇപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് അവനാണ് ഗോസ്റ്റ് റൈഡർ എന്ന കാര്യം ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് ഉടനെ തന്നെ അവസാനിപ്പിക്കണം. അതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ജോണി ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അയാൾ പറയുന്നത് അതിനി നിന്റെ മുമ്പിൽ ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ആ ബ്ലാക്ക് ഹേർട്ടിനെ പിടിക്കണം. പക്ഷെ അതിനു മുമ്പായി ഞാൻ നിനക്ക് മറ്റൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവനെയും കൂട്ടിക്കൊണ്ട് ഒരു കല്ലറയുടെ മുമ്പിലേക്ക് പോവാണ്. ആ കല്ലറ കാർട്ടർ എന്ന് പറയുന്ന ഒരാളുടേതാണ്. ഇയാളുടെ ഒരു പൂർവികനാണ് അയാൾ. 150 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ഗോസ്റ്റ് റൈഡറിന്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? അയാളെയാണ് അയാളുടെ ഡെവിൾ സാൻ വാങ്കൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പറഞ്ഞയച്ച് അയാൾക്ക് കൊടുത്ത ദൗത്യം അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരുടെയും ആത്മാവിനെ കൊണ്ടുവരാന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അയാൾ ആ എഗ്രിമെന്റിൽ ഒപ്പുവെക്കുകയും ചെയ്തു. എന്നാൽ ആ എഗ്രിമെന്റുമായിട്ട് സാൻ വാങ്കൻസിൽ എത്തിക്കഴിഞ്ഞപ്പം അവിടുത്തെ പൈശാചികത കണ്ടിട്ട് അയാൾക്കത് ചെയ്യാൻ തോന്നിയില്ല. മാത്രമല്ല ആ ഉടമ്പടി ഇനി ഡെവിളിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നീട് പ്രശ്നമാവും എന്ന കാര്യം കാർട്ടറിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കാർട്ടർ ആ ഉടമ്പടിയുമായിട്ട് നാടുവിട്ടു. ഈ ഒരു കഥയാണ് അയാളിപ്പോ ജോണിയുടെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പൊ അയാളിപ്പോ എവിടെയുണ്ടാവും എന്നാണ് ജോണി ചോദിക്കുന്നത്. അതെനിക്ക് അറിയത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. മാത്രമല്ല അയാൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിന്നോട് എവിടേക്കും പോവാതെ എന്റെ കൂടെ ഇവിടെ കൂടാൻ പറഞ്ഞത്. ഇപ്പൊ അവരെന്തായാലും നിന്റെ പുറകെ തന്നെയുണ്ട്. നിനക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അവർ ഉപദ്രവിക്കും എന്നാണ് അയാൾ പറയുന്നത്. അയാൾ അത് പറയുമ്പോഴാണ് ജോണി റോക്സിനെ കുറിച്ച് ഓർക്കുന്നത്. എനിക്ക് ഉടനെ തന്നെ അവളെ കാണണമെന്ന് പറഞ്ഞിട്ട് അവൻ വേഗം അവിടുന്ന് പോവാണ്. ഇതേ സമയം തന്നെ റോക്സ് നേരെ പോയിരിക്കുന്നത് ജോണിയുടെ വീട്ടിലേക്കാണ്. ഈ സമയം ജോണിയുടെ ഫ്രണ്ടായ ബെന്നും അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ അവള് ചോദിക്കുമ്പോൾ ജോണി എങ്ങോട്ടാണ് പോയിരിക്കുന്നുള്ള കാര്യം അവനും അറിയത്തില്ല. ബെന്നും ഇപ്പൊ ജോണി അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ സമയം രാത്രിയായി. ആ സെമിത്തേരിയിൽ ആളിപ്പം അയാളുടെ വീട്ടിലിരിക്കുകയാണ്. ഈ സമയത്താണ് പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അയാൾ വെളിയിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ അത് ആ ബ്ലാക്ക് ഹേർട്ടും വാലയുമായിരുന്നു. ബ്ലാക്ക് ഹേർട്ട് പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് അയാളെ ശരിക്കും ഉപദ്രവിക്കാൻ തുടങ്ങി. എവിടെയാണ് ആ ഉടമ്പടി ഉള്ളത് എന്നാണ് അവൻ ചോദിക്കുന്നത്. എന്നാൽ ബ്ലാക്ക് ഹേർട്ട് എത്ര ഉപദ്രവിച്ചിട്ടും എനിക്കത് അറിയത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. അതിനിടയിലാണ് ബ്ലാക്ക് ഹേർട്ട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ജോണിയുടെ ബൈക്കിന്റെ പാടം അവിടെ കാണുന്നുണ്ട്. അതിൽ നിന്നും ഗോസ്റ്റ് റൈഡർ അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നങ്ങനെ അവന് മനസ്സിലായി. അപ്പൊ അവനെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഉടമ്പടി എവിടെയാണെന്ന് അറിയാൻ സാധിക്കും. പക്ഷെ അവനെ നേരിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അവനെ കിട്ടാൻ വേണ്ടി റോക്സിനെ പിടിക്കാനാണ് ബ്ലാക്ക് ഹേർട്ട് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. റോക്സും ബെന്നും ഇപ്പോഴും ജോണിയുടെ വീട്ടിൽ തന്നെയാണ്. അവിടെ കുറെ പുസ്തകങ്ങളുണ്ടല്ലോ. റോക്സ് ഇപ്പൊ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ബ്ലാക്ക് ഹേർട്ട് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ആ ബെന്നിനെ കൊന്നു കളഞ്ഞു. അതിനുശേഷം അവൻ വന്നിട്ട് റോക്സിനെയും പിടിക്കുകയാണ്. അങ്ങനെ അവളെ പിടിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ജോണി അങ്ങോട്ടെത്തി. അവനങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ റോക്സ് ആണെങ്കിൽ തീരെ വയ്യാതെ താഴെ വീണ് കിടക്കുകയാണ്. അവൻ അവളുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് ബ്ലാക്ക് ഹേർട്ട് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ ബ്ലാക്ക് ഹേർട്ട് ജോണിയെ കയറി പിടിച്ചു. എന്നാൽ പെട്ടെന്നാണ് ജോണി ഗോസ്റ്റ് റൈഡറിന്റെ രൂപത്തിലേക്ക് മാറുന്നത്. അങ്ങനെ ആ രൂപത്തിലേക്ക് മാറിയതിനു ശേഷം ഗോസ്റ്റ് റൈഡർ ഇപ്പം ബ്ലാക്ക് ഹേർട്ടിന്റെ കഴുത്തിന് പിടിച്ചു. എന്നിട്ട് അവൻ സാധാരണ ആൾക്കാരുടെ ദേഹത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ബ്ലാക്ക് ഹേർട്ടിന്റെ ശരീരത്തിലും ചെയ്യുന്നത്. അതായത് അവന്റെ ആത്മാവിനെ അവൻ ചെയ്ത പാപത്തിന്റെ വേദനകളൊക്കെ അനുഭവിപ്പിക്കുക. എന്നാൽ ഗോസ്റ്റ് റൈഡർ എത്ര ശ്രമിച്ചിട്ടും ഈ ബ്ലാക്ക് ഹേർട്ടിന്റെ കാര്യത്തിൽ അത് സാധിക്കുന്നില്ല. ബ്ലാക്ക് ഹേർട്ട് ആണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവം മറ്റൊന്നുമല്ല. ഈ ഗോസ്റ്റ് റൈഡറിന് ഒരാൾ ചെയ്ത വേദനകളൊക്കെ അയാൾ അനുഭവിപ്പിക്കണമെങ്കിൽ അയാൾക്കൊരു ആത്മാവ് വേണം. എന്നാൽ ഈ ബ്ലാക്ക് ഹേർട്ടിനെ സംബന്ധിച്ചിട്ട് അയാൾക്കൊരു ആത്മാവില്ല. ഇപ്പൊ ബ്ലാക്ക് ഹേർട്ട് പറയുമ്പോഴാണ് ആ കാര്യം ഗോസ്റ്റ് റൈഡറിന് മനസ്സിലാവുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ഹേർട്ട് ഗോസ്റ്റ് റൈഡറിനെ ഇടിച്ചു തെറിപ്പിച്ചു. താഴേക്ക് വീണതും ഗോസ്റ്റ് റൈഡർ ആണെങ്കിൽ ജോണിയായിട്ട് മാറുകയും ചെയ്തു. ഈ സമയം ബ്ലാക്ക് ഹേർട്ട് ജോണിയുടെ അടുത്തൊരു കാര്യം പറയാണ്. ഇനി നീ എന്റെ അച്ഛന്റെ റൈഡർ അല്ല, ഇനി നീ എന്റെ റൈഡറാണ്. എനിക്ക് വേണ്ടത് ആ സാൻ വാങ്കൻസിലെ കോൺട്രാക്ട് ആണ്. അതെവിടെയാണുള്ളത് എന്ന സെമിത്തേരി നടത്തുന്ന ആൾക്കറിയാം. നീ അയാളുടെ അടുത്ത് ചെന്നിട്ട് അതെവിടെയാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അതുമായിട്ട് നേരെ സാൻ വാങ്കൻസിലേക്ക് വാ. ഞാനും നിന്റെ ഗേൾഫ്രണ്ടും അവിടെ ഉണ്ടാവും. നീ എങ്ങാനും വരാൻ വൈകുകയാണെങ്കിൽ നിന്റെ ഗേൾഫ്രണ്ടിനെ ഞാൻ അപ്പം തന്നെ കൊന്നു കളയും എന്നാണ് ബ്ലാക്ക് ഹേർട്ട് പറയുന്നത്. അത് സമ്മതിക്കാന്നല്ലാതെ ജോണിക്ക് മറ്റൊരു മാർഗവുമില്ല. അങ്ങനെ ജോണി ഉടനെ തന്നെ ആ സെമിത്തേരിയിൽ ആളുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് ആ ഉടമ്പടി എനിക്ക് ഉടനെ തന്നെ വേണം എന്നാണ് ജോണി പറയുന്നത്. ഈ സമയം അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിലൊരു മഴ ഉണ്ടല്ലോ, അതെടുത്തിട്ട് അവിടുത്തെ മരത്തിനൊരു വെട്ട് കൊടുക്കുകയാണ്. അതോടുകൂടെ അത് പൊട്ടിപ്പോവുകയും ചെയ്തു. അതിനകത്തായിരുന്നു ആ ഉടമ്പടി ഉണ്ടായിരുന്നത്. അയാൾ ആ ഉടമ്പടി എടുത്തിട്ട് ജോണിക്ക് കൊടുക്കുകയാണ്. പക്ഷെ അത് കൊടുക്കുന്നതിന് മുമ്പ് അയാൾ ഒരു കാര്യം പറയുന്നുണ്ട്. ഇതെങ്ങാനും ആ സാത്താന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭൂമി മൊത്തം നരകമാവും. അത് നിനക്ക് എപ്പോഴും ഓർമ്മ വേണം എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുമ്പോൾ ഇത് കാണിച്ചാൽ മാത്രമേ എനിക്ക് റോക്സിനെ അവിടെ നിന്ന് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം എന്നാണ് ജോണി പറയുന്നത്. ശരിയാണ് ജോണി, നിനക്കിത് ചെയ്യാൻ പറ്റും. കാരണം ബാക്കിയുള്ളവരെ പോലുള്ള ഒരു ഗോസ്റ്റ് റൈഡർ അല്ല നീ. ബാക്കിയുള്ളവരെല്ലാം അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഗോസ്റ്റ് റൈഡർ ആയതാണ്. എന്നാൽ നീ അങ്ങനെയല്ല. നീ ഗോസ്റ്റ് റൈഡർ ആയത് സ്നേഹത്തിന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ നിനക്കിത് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ദൈവവും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ നിന്നോട് ഈ സാധനം കൊണ്ടുചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് സാൻ വാങ്കൻസിലേക്കല്ലേ? അവിടേക്ക് 500 മൈൽ ദൂരമുണ്ട്. നീ ഒറ്റയ്ക്ക് വേണ്ട, ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. അയാൾ അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ ഒരു വിസിലടിക്കുകയാണ്. അതിനെ തുടർന്ന് ഒരു കുതിര അയാളുടെ അടുത്തേക്ക് ഓടിയെത്തി. അങ്ങനെ കുതിര അവിടേക്ക് വന്ന് നിന്നവും അയാൾ ഉടനെ തന്നെ ആ കുതിരപ്പുറത്തേക്ക് ചാടിക്കയറാണ്. അതിനുശേഷം അവിടെ നിന്നൊരു തൊപ്പി എടുത്തിട്ട് അയാൾ തലയിലേക്ക് വെച്ചു. അതോടുകൂടെ അയാൾ ഒരു ഗോസ്റ്റ് റൈഡറായിട്ട് മാറാണ്. നേരത്തെ ഇയാൾ പറഞ്ഞ ഒരു കാർട്ടർ ഉണ്ടല്ലോ,
150 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു ഗോസ്റ്റ് റൈഡർ അത് ഇയാൾ തന്നെയാണ്. അങ്ങനെ പഴയ ഗോസ്റ്റ് റൈഡറും പുതിയ ഗോസ്റ്റ് റൈഡറും കൂടെ വേഗം തന്നെ സാൻ വെങ്കൻസിലേക്ക് പുറപ്പെട്ടു. കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവരൊരു മലയുടെ മുകളിലേക്ക് എത്തി. അതിന്റെ താഴെയാണ് ആ ആത്മാക്കളെയൊക്കെ ട്രാപ്പ് ചെയ്തിരിക്കുന്ന സാൻ വെങ്കൻസ് എന്ന സ്ഥലം. അവിടേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും ഇപ്പൊ അവരുടെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി. ഇനിയിപ്പോ ജോണി ഒറ്റയ്ക്കാണ് അങ്ങോട്ട് പോകേണ്ടത്. അവൻ അവിടേക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പായിട്ട് കാർട്ടർ അവന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. എന്റെ വേട്ടയാടൽ ഇതോടുകൂടെ അവസാനിച്ചു. അവസാനമായിട്ട് ഒരു തവണ കൂടെ എനിക്ക് ഗോസ്റ്റ് റൈഡറായിട്ട് മാറാൻ സാധിക്കുമായിരുന്നു. അത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ മാറ്റിവെച്ചത്. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിനും അറിയാം. അന്നു മുതൽ ഞാനത് തിരുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പൊ എന്റെ തെറ്റുകളൊക്കെ തിരുത്താൻ വേണ്ടി നീ എനിക്കൊരു അവസരം തന്നു. അതുകൊണ്ട് എന്നും ഞാൻ നിന്നോട് കടപ്പെട്ടവനായിരിക്കും. മാത്രമല്ല ഞാനിപ്പോ ചെയ്തതിലൂടെ ദൈവം എന്നോട് ക്ഷമിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ജോണി അയാളുടെ അടുത്തൊരു താങ്ക്സ് പറയാണ്. അതിനെ തുടർന്ന് അയാൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അങ്ങനെ ജോണി വേഗം തന്നെ ബ്ലാക്ക് ഹേർട്ടിനെ അന്വേഷിച്ചിട്ട് ആ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ അവൻ ആ ആത്മാക്കളുടെ സ്ഥലത്തേക്ക് പ്രവേശിച്ചു കഴിയുമ്പോഴാണ് ആ വേല അങ്ങോട്ട് വന്നത്. വന്ന ഉടനെ തന്നെ വേല അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. വേല അവനെ വെള്ളത്തിലേക്ക് വലിച്ചിട്ടിട്ട് അവനെ പിടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ജോണി ആ ഗോസ്റ്റ് റൈഡറിന്റെ രൂപത്തിലേക്ക് മാറുന്നത്. അതിനുശേഷം ആ വെള്ളത്തിന്റെ അടിയിൽ വെച്ചിട്ട് തന്നെ ആ വാലോയെ കത്തിച്ചു കളയാണ്. അങ്ങനെ വാലോയുടെ പണി തീർത്തതിന് ശേഷം അവൻ നേരെ ബ്ലാക്ക് ഹേർട്ടിന്റെ അടുത്തേക്ക് എത്തി. ഈ സമയം ബ്ലാക്ക് ഹേർട്ടിന്റെ കൂടെ റോക്സ് നിൽക്കുന്നുണ്ട്. ജോണി വേഗം ആ കോൺട്രാക്ട് എടുത്തിട്ട് ബ്ലാക്ക് ഹേർട്ടിന് നേരെ നീട്ടുകയാണ്. ആ കോൺട്രാക്ട് കാണുമ്പോൾ ബ്ലാക്ക് ഹേർട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന റോക്സിനെ എടുത്തിട്ട് ദൂരേക്ക് ഒരൊറ്റ ഏറ് വെച്ചു കൊടുത്തു. അതിനുശേഷം അവനത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ജോണി കൊടുക്കുന്നില്ല. അതിനെ തുടർന്ന് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നേരം വെളുക്കുന്നത്. അതോടുകൂടെ ജോണി അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരികയും ചെയ്തു. ഇനിയിപ്പോൾ അവനെ ബ്ലാക്ക് ഹേർട്ടിന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇരുട്ടുള്ള സ്ഥലത്തേക്ക് പോകണം. എന്നാൽ ഈ സമയം ബ്ലാക്ക് ഹേർട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ ആ കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്. അവനത് തുറന്ന് വായിക്കാൻ തുടങ്ങി. അത് വായിച്ചതിന് ശേഷം അവിടെ തളച്ചിട്ടിരിക്കുന്ന മുഴുവൻ ആത്മാക്കളെയും അവൻ അവന്റെ ശരീരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതിനെ തുടർന്ന് ഇഷ്ടം പോലെ ആത്മാക്കള് അവന്റെ ശരീരത്തിലേക്ക് വന്ന് കയറാൻ തുടങ്ങി. അങ്ങനെ ബ്ലാക്ക് ഹേർട്ട് ഇപ്പോൾ കൂടുതൽ പവർഫുൾ ആയിരിക്കുകയാണ്. എങ്കിലും ജോണി വിടുന്നില്ല. അവൻ ബ്ലാക്ക് ഹേർട്ടിനെയും കൊണ്ട് അവിടെ ഒരു റൂമിന്റെ അകത്തേക്ക് ചെന്നു. ആ റൂമിനകത്ത് ചില ഏരിയ ഒക്കെ ഇരുട്ടിലാണ്. അവിടെ വെച്ച് അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ മറ്റേ ഗോസ്റ്റ് റൈഡർ കൊടുത്ത ഒരു തോക്കുണ്ട്. അതിപ്പോ റോക്സിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ജോണി പറഞ്ഞതിനെ തുടർന്ന് അവൾ അത് ജോണിക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ തോക്ക് കൈ കിട്ടിക്കഴിയുമ്പോൾ അവനത് കുറച്ച് ഇരുട്ടുള്ള ഭാഗത്തേക്ക് നീട്ടി. അതോടുകൂടെ അത് ഗോസ്റ്റ് റൈഡറിന്റെ തോക്കായിട്ട് മാറി. അങ്ങനെ അത് വെച്ചിട്ട് അവൻ ബ്ലാക്ക് ഹേർട്ടിനെ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ ബ്ലാക്ക് ഹേർട്ടിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാക്കളൊക്കെ തെറിച്ചു പോവുകയും ചെയ്തു. എന്നാൽ അതുകൊണ്ടൊന്നും ബ്ലാക്ക് ഹേർട്ടിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ആ ആത്മാക്കളൊക്കെ വീണ്ടും തിരിച്ചു വരാൻ തുടങ്ങി. അങ്ങനെ അതെല്ലാം കൂടി ചേർന്നിട്ട് പിന്നെയും ബ്ലാക്ക് ഹേർട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ജോണിക്ക് മറ്റൊരു ഐഡിയ തോന്നുന്നത്. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ചെന്നിട്ട് ബ്ലാക്ക് ഹേർട്ടിന്റെ കഴുത്തിന് ഒടിച്ചു. എന്നിട്ട് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് ആത്മാവില്ലാത്തോണ്ടല്ലേ നേരത്തെ എനിക്ക് നിന്നൊന്നും ചെയ്യാൻ പറ്റായിരുന്നത്. എന്നാൽ ഇപ്പം നിന്റെ ശരീരത്തിൽ നിറയെ ആത്മാക്കളാണ്. അവർ ചെയ്ത തെറ്റുകൾ മൊത്തം നീ ഇപ്പം അനുഭവിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഗോസ്റ്റ് റൈഡർ അവന്റെ മുഖത്തേക്കൊന്ന് തുറച്ചു നോക്കി. അതോടുകൂടെ ബ്ലാക്ക് ഹേർട്ടിന്റെ ശരീരത്തിലുണ്ടായിരുന്ന മുഴുവൻ ആത്മാക്കളും ചെയ്ത എല്ലാ തെറ്റുകളുടെയും വേദനകൾ ഇപ്പൊ ബ്ലാക്ക് ഹേർട്ട് അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെ അതെല്ലാം അനുഭവിച്ചു കഴിയുന്നതോടുകൂടെ ബ്ലാക്ക് ഹേർട്ടിന് പണി തീരുകയും ചെയ്തു. അതിനെ തുടർന്ന് ജോണി അവന്റെ അടുത്തൊരു ഒറ്റ കൊടുക്കുകയാണ്. അങ്ങനെ ഈ സംഭവങ്ങൾക്ക് ശേഷം ജോണി റോക്സിനെ കൊണ്ട് അവിടെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് ആ മെഫിസ്റ്റോ അങ്ങോട്ട് വരുന്നത്. മെഫിസ്റ്റോ വന്ന ഉടനെ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നിന്റെ ജോലി അവസാനിച്ചു. നമ്മുടെ ഉടമ്പടി പ്രകാരം നിന്റെ ആത്മാവിനെ ഞാൻ നിനക്ക് തിരിച്ചു തരാൻ പോവാണ്. അതോടൊപ്പം തന്നെ നിനക്ക് ഞാൻ തന്ന ശാപം ഞാൻ തിരിച്ചെടുക്കുകയും ചെയ്യുന്നു. നീ എന്നും സ്നേഹം മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പൊ നിനക്കൊരു ഫാമിലി ഉണ്ട്. അതുകൊണ്ട് നിനക്കൊരു നോർമൽ ലൈഫുമായിട്ട് മുന്നോട്ട് പോവാം എന്നാണ് അയാൾ പറയുന്നത്. അയാൾ അത് പറഞ്ഞു കഴിയുമ്പോൾ ജോണി അയാൾക്ക് നേരെ കൈ നീട്ടി. എന്നിട്ട് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല, ഈ ശാപം ഞാൻ തിരിച്ചു തരുന്നില്ല. ഇത് ഞാൻ നിനക്കെതിരെ പ്രയോഗിക്കാൻ പോവാണ്. എന്റെ അച്ഛനെ കൊന്നതുപോലെ ഇനി ആരെങ്കിലും ഒരാളെ നീ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ നിന്നെ തേടി വരും എന്നാണ് അവൻ പറയുന്നത്. അവൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ മെഫിസ്റ്റോയ്ക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. ഇതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് മെഫിസ്റ്റോ അവിടെ നിന്ന് അപ്രത്യക്ഷമാവാണ്. അങ്ങനെ തൽക്കാലം കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിച്ചു. ജോണി ഇപ്പൊ റോക്സിനെ കൊണ്ട് നേരെ പോകുന്നത് അവരുടെ ആ മരത്തിന്റെ അടുത്തേക്കാണ്. അവിടെ വെച്ചിട്ട് അവൻ അവളെ ഒന്ന് കിസ് ചെയ്യാണ്. എന്നിട്ട് അവളെ പറഞ്ഞു വിട്ടതിന് ശേഷം അവൻ അവന്റെ ബൈക്കിൽ കയറി അവിടെ നിന്ന് പോകാൻ തുടങ്ങി. അതെ, ഗോസ്റ്റ് റൈഡർ ആയിട്ടുള്ള അവന്റെ യാത്ര തുടരാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.